ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു നിയോഗമുണ്ട്. ചിലർ ആ നിയോഗം തിരിച്ചറിയുന്നു, ചിലർ തിരിച്ചറിയുന്നില്ല. ആ നിയോഗം തിരിച്ചറിയുന്ന ആ നിമിഷത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. അങ്ങനെ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെട്ട ഒരു കഥയാണ് ദ ഗാർഡിയൻ. നമസ്കാരം. ഹൈദരാബാദിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ റീഡിംഗ് റൂമിൽ ഒരു കോളേജ് ലെക്ചർ അവളുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്ന പുസ്തകത്തിലേക്ക് സജീവമായി നോക്കിയിരിക്കുകയാണ്. സത്വൃന്ദ എന്ന ആ ഗവേഷക വിദ്യാർത്ഥി അതിലെ കാര്യങ്ങൾ നോക്കി ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സത്വൃന്ദയുടെ എതിരെ ഒരാള് വന്നിരുന്നത്. ഏയ് സത്വൃന്ദ! ശബ്ദം കേട്ട് സത്വൃന്ദ തല ഉയർത്തുമ്പോൾ അവൾ കാണുന്നത് അവളുടെ ഡീനെയാണ്. ഡീനെ കണ്ടത് പെട്ടെന്ന് അവളങ്ങ് എണീറ്റു. സത്വൃന്ദ, നീ ഇരിക്കേ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ സാർ അങ്ങേക്ക് എന്നോട് പറയാനുള്ളത്? സത്വൃന്ദ, നീ ഒരു ആസ്ട്രോളജി വിദ്യാർത്ഥിയാണ്. ആ നിനക്ക് നിയോഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകും. സത്വൃന്ദ, നിന്റെ നിയോഗം അതെന്താണെന്ന് നിനക്കറിയാമോ? സാർ അങ്ങനെ ചോദിച്ചാൽ കുട്ടികളെ പഠിപ്പിക്കുക, അതാണ് ഞാൻ കാണുന്ന എൻ്റെ നിയോഗം. സത്വൃന്ദ, അത് നിന്റെ പ്രൊഫഷനാണ്. അതിനും അപ്പുറത്ത് നിനക്ക് ഒരു നിയോഗമുണ്ട്. ഞാനിപ്പോ ഇവിടെ വന്ന് നിന്നോട് സംസാരിക്കുന്നത് നിന്റെ നിയോഗം എന്താണെന്ന് കണ്ടെത്താനുള്ള സമയം ആഗതമായെന്ന് അറിയിക്കാനാണ്. സർ, അങ്ങ് പറഞ്ഞു വരുന്നത് അത് സമയമാകുമ്പോൾ നീ മനസ്സിലാക്കിക്കോളൂ. എന്തായാലും നീ ഇത് വെച്ചേക്ക്. അങ്ങനെ പറഞ്ഞിട്ട് ആ ഡീൻ എണീറ്റ് അവളുടെ കയ്യിലേക്ക് ഒരു സാധനം വെച്ചു. സത്വൃന്ദ, വളരെ ആവശ്യമായ സമയത്ത് ഇത് തന്നെ സഹായിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ഡീൻ അങ്ങ് നടന്നു പോവുകയും ചെയ്തു. ഡീൻ നടന്നു പോയപ്പോൾ അവൾ ആ കൈ തുറന്നു. കൈക്കകത്ത് ഒരു ചെറിയ ബ്രേസ്ലെറ്റ് ആയിരിക്കുന്നത് രുദ്രാക്ഷം കൊണ്ടുണ്ടാക്കിയ ഒരു ബ്രേസ്ലെറ്റ് ആണ്. ചെറിയ ചെറിയ രുദ്രാക്ഷങ്ങൾ. അവള് ഉടൻ തന്നെ ആ രുദ്രാക്ഷം കൊണ്ട് നിർമ്മിച്ച ആ ബ്രേസ്ലെറ്റ് അവളുടെ കയ്യിലേക്ക് അണിഞ്ഞു. ആ ബ്രേസ്ലെറ്റ് കയ്യിലേക്ക് അണിയുമ്പോൾ ആ കൈക്ക് ഒരു ഭംഗി കൂടിയതുപോലെ അവൾക്കൊരു തോന്നൽ. അത് കണ്ടപ്പോൾ അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. പുഞ്ചിരിയോട് കൂടി അവളുടെ സീറ്റിലേക്ക് ഇരിക്കുമ്പോൾ പെട്ടെന്നാണ് ചേച്ചിയെന്ന് വിളിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ആ സീറ്റിലേക്ക് വന്നത്. ആ ചെറുപ്പക്കാരനെ കണ്ടതും സത്വൃന്ദ ചോദിച്ചു, ഏയ് അതുൽ, നീ എന്താ ഇവിടെ? ചേച്ചി, ഞാൻ ചേച്ചി കാണാൻ വന്നതാണ്. ആ അതുൽ, നീ ഇരിക്കും. ചേച്ചി ഉത്സവത്തിന് എങ്ങനെ പോകുന്നത്? അതുൽ, ഞാനും അമ്മയും കൂടി കാറിൽ പോകാമെന്ന് വിചാരിക്കുന്നത്. ചേച്ചി, അങ്ങനെയാണെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകണേ. അതുൽ, അത് പിന്നെ ചോദിക്കാനുണ്ടോ? നിനക്ക് നമ്മളോട് വരാലോ. ചേച്ചി, ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് വീട്ടിലെല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഉത്സവത്തിൽ ചേച്ചിയാണ് പ്രധാന താരമെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുൽ, നീ എന്താ പറയുന്നത്? ചേച്ചി, ഞാൻ കേട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്രാവശ്യം ചേച്ചിയാണ് കൊട്ടാരത്തിനകത്ത് കടന്ന് രത്നം എടുക്കാൻ പോകുന്നത്. അത് കേട്ടപ്പോൾ സായിക്ക് വല്ലാത്തൊരു അതിശയം. അവളുടെ ഓർമ്മയിൽ വളരെ മനോഹരമായ ഒരു ചിത്രമുണ്ട്. അവൾ കുഞ്ഞായിരിക്കുമ്പോൾ അവളുടെ മുത്തശ്ശൻ ഒരു മഞ്ഞ നിറത്തിലുള്ള രത്നം ക്ഷേത്രത്തെ കൊണ്ടുവന്ന് പൂജിക്കുന്ന ആ രംഗമാണ് അവളുടെ മനസ്സിലുള്ളത്. അന്ന് അവൾക്ക് 3 വയസ്സ് മാത്രമാണ് പ്രായം. ഏതാണ്ടൊരു അവ്യക്തമായ ഓർമ്മയാണ് ആ കാര്യത്തെക്കുറിച്ച് അവൾക്കുള്ളത്. അവള് ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് അവിടുന്ന് വീട്ടിലെത്തിയത്. വീട്ടിലെത്തുമ്പോൾ അവളെ കാത്തു നിൽക്കുകയാണ് ഉത്ര രാജകുമാരി, അവളുടെ അമ്മ. ഉത്ര മകളെ കണ്ടതും മകളെ അടുത്തേക്ക് വിളിച്ചു. സായി ബാബാ, നമുക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അമ്മ, ഇന്ന് അതുൽ എന്നെ കാണാൻ വന്നിരുന്നു. അവൻ എന്തിനാ വന്നേ? അവൻ കൂടി നമ്മുടെ കൂടെ വരുന്നെന്ന്. അതെന്തായാലും നല്ലതല്ലേ. അമ്മ, അതിലൊരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? ഇപ്രാവശ്യം ഞാനാണ് രത്നമെടുക്കാൻ കൊട്ടാരത്തിൽ കയറുന്നതെന്ന് സായി. അങ്ങനെയാണ് കാരണവന്മാർ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ നിന്നോടത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അമ്മ എന്തൊക്കെയാ പറയുന്നത്? എനിക്കെങ്ങനെ അകത്തേറി എടുക്കാൻ പറ്റും? സായി, നിനക്കല്ലാതെ വേറെ ഒരാൾക്കും ആ രത്നം എടുക്കാൻ പറ്റില്ല. അമ്മ, അതെന്താ അങ്ങനെ പറ്റാത്തത്? സായി, നിനക്ക് 3 വയസ്സുള്ളപ്പോഴാണ് നിന്റെ മുത്തശ്ശൻ അവസാനമായി ആ രത്നമെടുത്ത് പുറത്തു വരുന്നത്. നിനക്കറിയാം, എല്ലാ വർഷവും ബുദ്ധ പൗർണിമയോട് അനുബന്ധിച്ചുള്ള നമ്മുടെ ഉത്സവം. ആ ഉത്സവത്തിൻ്റെ 7ാം ദിവസമാണ് മുത്തശ്ശൻ അകത്തേക്ക് പോയി രത്നമെടുത്ത് പുറത്തു വന്നത്. അദ്ദേഹം പുറത്തു കൊണ്ടുവന്ന ആ രത്നം ക്ഷേത്രത്തിൽ കൊണ്ടുവരികയും പൂജിക്കുകയും ചെയ്തു. അതിനുശേഷം ആ രത്നം അകത്തു കൊണ്ടുവച്ചിട്ട് മടങ്ങിയെത്തിയ മുത്തശ്ശൻ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്ന് വരെ ഒരാൾക്കും ആ രത്നമെടുക്കാൻ പറ്റിയിട്ടില്ല. പിറ്റേ വർഷം നമ്മുടെ കുടുംബത്തിലെ സെലക്ട് ചെയ്യപ്പെട്ട ആളുകൾ മാത്രം ഒരു ടീമുണ്ടാക്കി. 7 പേരുടെ ഒരു ടീം.
നിനക്കറിയാമല്ലോ കൊട്ടാരവാതിൽ വർഷത്തിൽ ഒരു തവണ മാത്രമേ തുറക്കുകയുള്ളൂ എന്നുള്ള കാര്യം. സായി അന്ന് ആ കൊട്ടാരവാതിൽ തുറന്നപ്പോൾ അവർ 7 പേരും അകത്തേക്ക് പോയതാ. നേരം വെളുക്കാറായപ്പോൾ കൊട്ടാരവാതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞു. ആ 7 പേരും പുറത്തു വന്നില്ല. ഇന്ന് വരെ അവരാരും പുറത്തു വന്നിട്ടുമില്ല. അമ്മ, പിന്നെ ഞാൻ കൊട്ടാരത്തിനകത്തേക്ക് കടന്നാൽ? സായി, നിനക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്ത് പ്രത്യേകത? സായി, നീ ജനിച്ചത് ഒരു ബുദ്ധ പൗർണമി ദിവസമാണ്. ബുദ്ധ പൗർണമി ദിനത്തിൽ ജനിച്ച ഒരാൾക്ക് കൊട്ടാരത്തിനകത്ത് കയറാനും രത്നമെടുക്കാനും കഴിയുമെന്നുള്ള കാര്യമാണ് ഞങ്ങൾ അറിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നിന്നിലേക്ക് നോക്കിയിരിക്കുന്നത്. ആ രത്നമെടുത്ത് പുറത്തെത്തിച്ച് ബുദ്ധക്ഷേത്രത്തിൽ കൊണ്ടുവരണം, അവിടെ പൂജിക്കണം, പിന്നീട് അത് തിരിച്ചുകൊണ്ട് വയ്ക്കണം. ഇതാണ് നിന്റെ ദൗത്യം. നിനക്ക് 27 വയസ്സാകുമ്പോഴേ കൊട്ടാരത്തിനകത്തേക്ക് കടക്കാൻ കഴിയൂ എന്ന കാര്യം കൂടി നിന്റെ ജാതകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അവളുടെ അമ്മ ഉത്ര രാജകുമാരി പറയുന്ന ആ കഥകൾ ശരിക്കും സദ്ബൃന്ദയ്ക്ക് വല്ലതൊരു അതിശയം ഉണ്ടാക്കുന്ന കഥകളാണ്. അകത്തേക്ക് കടന്ന ആളുകൾ നേരത്തെ മടങ്ങി വരാത്ത കഥ നിലവിലിരിക്കുമ്പോൾ അവളെ അകത്തേക്ക് കടത്തിവിട്ടാൽ അവൾക്ക് മടങ്ങി വരാൻ കഴിയുമോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും സായിക്കുണ്ട്. സായിയുടെ ആ സംശയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവളുടെ അമ്മ ഉത്ര സംസാരിക്കുന്നത്. സായി, നീ ഭയക്കേണ്ട ഒരു കാര്യവുമില്ല. സായിയുടെ മനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ ദൂരീകരിക്കാൻ വേണ്ടി ഒരുപാട് കഥകൾ ഉത്ര ആ കൊട്ടാരവുമായി ബന്ധിപ്പിച്ച് സായിയോട് പറഞ്ഞു. അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സായിയുടെ വീട്ടിൽ നിന്ന് ആ വാഹനം മൂവ് തുടങ്ങി. ഡ്രൈവറും അതുലും മുൻ സീറ്റിലും സായിയും സായിയുടെ അമ്മയും പുറകു സീറ്റിലുമാണ്. രാത്രിയിലെ ആ യാത്രക്കിടയിൽ ഉത്രയും അതുലും സായിയോട് ആ കൊട്ടാരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ ആ കൊട്ടാരത്തിൽ സായിക്കാൾ കൂടുതൽ സമയം ഉണ്ടായിരുന്നു. സായി പഠനവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഹൈദരാബാദിലേക്ക് പറിച്ചു നടപ്പെട്ടിരുന്നു. അത് സായിയോട് പറഞ്ഞു, ചേച്ചി, എല്ലാ കസിൻസും ചേച്ചിയെ കാണാൻ കാത്തിരിക്കുകയാണ്. ഈ പ്രാവശ്യം ചേച്ചിയുടെ നേതൃത്വത്തിൽ 21 പേരടങ്ങിയ ഒരു ടീമാണ് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. സായിക്ക് അതും ഒരു പുതിയ അറിവാണ്. ചേച്ചിക്ക് അറിയോ, അവരെല്ലാവരും വ്രതമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും സായിയെ അമ്പരപ്പിച്ചുകൊണ്ട് കുറേയേറെ ഇൻഫർമേഷൻ അതിൽ നിന്നിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അത് കേട്ടിരിക്കുന്ന ഉത്ര സായിയോട് പറഞ്ഞു, സായി, നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം മാത്രം നീ മനസ്സിൽ ഉറപ്പിക്കുക. ഈ സൂര്യവംശി കുടുംബം ഒരേ ഒരു ആളില ഈ പ്രാവശ്യം അവരുടെ സ്വപ്നം കാണുന്നത്. അത് നീയാണ്. സായി, ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നതും ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ്. അവളുടെ അമ്മ ഉത്ര രാജകുമാരിക്കും സായിക്ക് അത് കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും നേരെ പുലരുമ്പോഴേക്കും അവരുടെ വാഹനം ആ ആന്ധ്ര കർണാടക ബോർഡറിലെ കൊട്ടാരത്തിലെത്തി. അവരുടെ വാഹനം ഗേറ്റ് വഴി അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ അവരെ കാത്തു നിൽക്കുന്ന ആളുകളെ അവർക്ക് കാണാം. സായിയുടെ അടുത്തേക്ക് ആദ്യം നടന്നെത്തിയത് മുത്തശ്ശിയാണ്. ബന്ധുക്കളായ ബാക്കി ആളുകളൊക്കെ ഉണ്ട്. രാജകുമാരി, സ്വാഗതം. അവൾ ആദ്യമായിട്ടാണ് മുത്തശ്ശി അങ്ങനെ വിളിക്കുന്നത്. കൊട്ടാരത്തിന് ഉള്ളിലേക്ക് അവൾ കടക്കുമ്പോൾ അവിടെ വേറെയും ഒരുപാട് ആളുകളുണ്ട്. അതിവിശാലമായ ഒരു കൊട്ടാരത്തിലേക്കാണ് സായി എത്തിയിരിക്കുന്നത്. സായി ജനിച്ചു വളർന്ന അവളുടെ കൊട്ടാരം, അതാണ് സൂര്യവംശി കൊട്ടാരം. അതിമനോഹരമായ ഹാളിലേക്കാണ് സായിയും കൊണ്ട് അവരെത്തിയത്. എല്ലാ ആളുകളും അവൾക്ക് ചുറ്റുമുണ്ട്. സായിയെ മുത്തശ്ശി സ്നേഹപൂർവ്വം വിളിച്ച് അവർക്കൊപ്പമുള്ള സീറ്റിലേക്ക് ഇരുത്തി. മുത്തശ്ശി ഇരുന്നതും ബാക്കിയുള്ള ആളുകളും ഇരുഭാഗത്തായി അണിനിരന്നു. പെട്ടെന്നാണ് ആ എൻ്റെ ഹാളിലും ഒരു നിശബ്ദത ഉണ്ടായത്. എല്ലാവരും മുത്തശ്ശി എന്തോ പറയാൻ പോവുകയാണെന്നുള്ള അനുമാനത്തിൽ മുത്തശ്ശി അങ്ങനെ നോക്കുമ്പോൾ സൂര്യവംശി കുടുംബത്തിലെ രാജശ്രീ റെഡ്ഡി സംസാരിച്ചു തുടങ്ങി. നമ്മൾ ഒരുപാട് നാളുകളായി കാത്തിരുന്ന ആ സുദിനം എത്താൻ പോവുകയാണ്. ഈ വരുന്ന ബുദ്ധ പൗർണമി ദിവസം കഴിഞ്ഞ 24 വർഷമായി നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആ ഭാഗ്യം നമ്മളിലേക്ക് മടക്കിക്കൊണ്ടുവരിക എൻ്റെ ഈ ചെറുമകൾ സായി എന്ന സദ്ബൃന്ദയാണ്. അവളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കാനായി പല തലങ്ങളിൽ അറിഞ്ഞു നടക്കുന്നതിൻ്റെ ഒരു സൂചന മുത്തശ്ശിയുടെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ വാചകത്തിൽ തന്നെയുണ്ട്. നമുക്ക് ഈ ജീവിതത്തിൽ ഇനി ഒരേ ഒരു ചാൻസേ ഉള്ളൂ എന്നാണ് എൻ്റെ അന്തരംഗം എന്നോട് പറയുന്നത്. പൂർണ്ണചന്ദ്രൻ ആകാശത്ത് ഉദിച്ചുയരുമ്പോൾ തുറക്കപ്പെടുന്ന ആ വാതിലിലൂടെ സായി അകത്തേക്ക് പോകണം. അകത്ത് ചെന്ന് ആ മഞ്ഞ നിറത്തിലെ പുഷ്യരാഗം എടുത്ത് ഇവിടെ കൊണ്ടുവരണം. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, 24 വർഷങ്ങൾക്ക് മുമ്പ് സായിയുടെ മുത്തശ്ശൻ ആ പുഷ്യരാഗം എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഒരേ ഒരു തവണ മാത്രമാണ് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അകത്തേക്ക് പോയിട്ടുള്ളത്. അവരാരും മടങ്ങി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സായിയെ ഒറ്റയ്ക്ക് അകത്തേക്ക് വിടാനും പറ്റില്ല. അവർ പറഞ്ഞു നിർത്തിയതും പെട്ടെന്ന് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഒരു ശബ്ദമുണ്ടായി, അതെ, സായിയെ സംരക്ഷിക്കണം. അതിന് മറുപടിയായി രാജശ്രീ റെഡ്ഡി അവരോട് പറഞ്ഞു, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു.
സായിയെ സംരക്ഷിക്കാനായി 21 ആളുകളെയാണ് നമ്മൾ ഇപ്രാവശ്യം അണിനിരത്തുന്നത്. ഈ ഒരാഴ്ചത്തെ വ്രതത്തിനൊടുവിൽ സായിക്കൊപ്പം അവർ കൂടി കൊട്ടാരത്തിനുള്ളിലേക്ക് കടക്കും. കൊട്ടാരത്തിനകത്ത് എന്താണ് ഉള്ളതെന്ന് നമുക്കറിയില്ല. സായിയുടെ മുത്തശ്ശൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കും. അകത്ത് 27 മുറികളുണ്ട്. അതിൽ ഒരു മുറിയിലാണ് നമുക്ക് വേണ്ട ആ മഞ്ഞ പുഷ്യരാഗമുള്ളത്. പക്ഷേ ഏത് മുറിയിലാണ് ആ പുഷ്യരാഗം ഉള്ളതെന്ന് നമുക്കറിയാത്തത് കൊണ്ടാണ് നമ്മൾ സായിയെ സഹായിക്കാനായി ഒരു ടീമിനെ കൂടി ഇറക്കുന്നത്. അവരുടെ ജോലി ആ കൊട്ടാരത്തിനകത്ത് കടന്ന് മുറികൾ പരിശോധിക്കുക എന്നുള്ളതാണ്. 21 പേര് അതിവേഗം പരിശോധിക്കുമ്പോൾ മഞ്ഞ പുഷ്യരാഗമുള്ള മുറി എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. അതിനെല്ലാം കൂടി നമുക്ക് ലഭിക്കുന്ന സമയം 6 മണിക്കൂറാണ്. രാത്രി 12 മണിക്കായിരിക്കും കൊട്ടാരവാതിൽ തുറക്കപ്പെടുക. രാവിലെ 6 മണിക്ക് അടയ്ക്കപ്പെടുകയും ചെയ്യും. രാജശ്രീ റെഡ്ഡി എല്ലാം പ്ലാൻഡാക്കി അവിടെ വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഈ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സായിക്ക് മനസ്സിലായി. രാജശ്രീ റെഡ്ഡി വിളിച്ചപ്പോൾ ആ 21 പേരും അവിടെ നിരന്നു. രാജശ്രീ അവരോടായി പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളെല്ലാവരും കേട്ട് കാണും. കഴിഞ്ഞ 24 വർഷമായിട്ട് നമ്മളുമായി ബന്ധപ്പെട്ട പുരോഹിതന്മാരുമായി ചർച്ച ചെയ്തൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇത്രയേ പറയാൻ പറ്റൂ. ആ മുറികളിൽ എന്താണ് ഉള്ളതെന്ന് ആർക്കും അറിയില്ല. സാധാരണഗതിയിൽ ഒരു അവകാശി മരണക്കിടക്കയിൽ എത്തുമ്പോഴാണ് അടുത്ത അവകാശിക്ക് ആ അറകളെക്കുറിച്ചുള്ള രഹസ്യം കൈമാറുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ സായിയുടെ അച്ഛൻ വീരേന്ദ്ര റെഡ്ഡി ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടതുകൊണ്ടാണ് മുത്തശ്ശന് ആ കാര്യം വീരേന്ദ്രയോട് പറയാൻ പറ്റാതെ പോയത്. മുത്തശ്ശൻ അത് ചെറുമകളായ സായിക്കാണ് ഇനി പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ അത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാം. മുത്തശ്ശൻ മരിച്ചതിൻ്റെ പിറ്റേ വർഷം നമ്മുടെ കുടുംബത്തെ പ്രതിനിധീകരിച്ച് 7 പേർ അകത്തു പോയിട്ട് മടങ്ങി വരാത്ത കാര്യം. ആ വാർത്ത പുറത്തായപ്പോൾ അന്വേഷിച്ച് പോലീസ് എത്തിയിരുന്നു. വർഷത്തിൽ ഒരു തവണ മാത്രം ഓട്ടോമാറ്റിക്കായി തുറക്കുന്ന വാതിലാണ് ആ കൊട്ടാരത്തിൽ നിന്ന് അറിഞ്ഞപ്പോൾ അവര് പിറ്റേ വർഷം എത്തിയിരുന്നു. വാതില് തുറക്കപ്പെട്ടപ്പോൾ അകത്തേക്ക് അടക്കാൻ പോലീസുകാരോട് ഞാനും പറഞ്ഞതാണ്. പക്ഷെ ഒരു പോലീസുകാരും അകത്തേക്ക് പോയില്ല. അകത്ത് മിസ്സായ 7 പേർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും അജ്ഞാതമാണ്. എല്ലാ വർഷവും നമ്മൾ ആ വാതിൽ തുറക്കുമ്പോൾ അവിടെ കാത്തു നിൽക്കുന്നത് രത്നത്തിന് വേണ്ടി മാത്രമല്ല, ആ 7 പേർക്ക് വേണ്ടി കൂടിയാണ്. പക്ഷെ ആരും മടങ്ങിയെത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ 21 പേരെയും സായിയെ സംരക്ഷിക്കാനായി തിരഞ്ഞെടുത്തത്. അകത്ത് അപകടമുണ്ട്. എന്താണ് ആ അപകടമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കണം. വളരെ വിപുലമായ ഒരു തയ്യാറെടുപ്പ് ആ കൊട്ടാരത്തിനകത്ത് നടക്കുന്നുണ്ടെന്ന് വ്യക്തം. പിറ്റേന്ന് സായി ശരിക്കും ഒരു ഹോളി മൂഡിലാണ്, ഒരു ആഘോഷ മൂഡിലാണെന്ന് പറയാം. എത്രയോ നാളുകൾക്ക് ശേഷം അവളെ കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. അതേസമയത്ത് സായിയുടെ ആ കസിൻസ് 21 പേരും സമീപത്തുള്ള ബുദ്ധക്ഷേത്രത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള പൂജയുടെ ഭാഗമായിട്ട് അവർ പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവരൊക്കെ വ്രതം അനുഷ്ഠിക്കുന്ന പോലെ താനും വ്രതം അനുഷ്ഠിക്കണ്ടേ എന്ന ചോദ്യം സായിയുടെ മനസ്സിലുണ്ട്. സായി ആ കാര്യം ഉത്രയോട് ചോദിച്ചപ്പോൾ ഉത്ര സായിയോട് പറയുകയും ചെയ്തു, സായി, നീ ഇന്നേ ദിവസം വൈകുന്നേരം കുളിച്ച് വൃത്തിയായി ബുദ്ധക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അന്ന് വൈകുന്നേരം സായി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവരുടെ കസിൻസ് 21 പേരും ആ പ്രധാന പൂജാരിക്കൊപ്പം ആ ബുദ്ധ വിഗ്രഹത്തിന് ചുറ്റും കറങ്ങി നടക്കുന്ന കാഴ്ചയാണ് സായി കണ്ടത്. സായിയും അവർക്കൊപ്പം കൂടി. ആ പ്രാർത്ഥന അവസാനിച്ചപ്പോൾ ആ ക്ഷേത്രത്തിന്റെ പ്രധാന പുരോഹിതൻ സായിയുടെ അടുത്തേക്ക് വന്ന് സായിയുടെ തലയിൽ കൈവച്ചു. പ്രിൻസസ്, അങ്ങേക്ക് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനയും അങ്ങേക്കൊപ്പമുണ്ട്. എല്ലാ ആളുകളും സായിയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. സായി ആ 21 ആളുകൾക്കൊപ്പം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഏകദേശം 1000-ഓളം ആളുകളുണ്ട്. 7 ദിവസത്തെ പൂജയും ആഘോഷവുമാണ് ആ ബുദ്ധക്ഷേത്രത്തിൽ ബുദ്ധ പൗർണിമയോട് അനുബന്ധിച്ചുള്ളത്. ഈ ഉത്സവ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിൽ എത്താറുണ്ട്. സായി ആ ആൾക്കൂട്ടത്തിനെ മറികടന്ന് കൊട്ടാരത്തിലേക്ക് നടക്കുമ്പോൾ അവളുടെ കൂടെയുള്ള ആ 21 പേരും നിശബ്ദരായി നടക്കുകയാണ്. ഒരു നിശ്ചിത ദൂരം കഴിഞ്ഞതും സായി അവരോട് ചോദിച്ചു, ഏയ് നിങ്ങളൊക്കെ എന്താ മിണ്ട നടക്കുന്നത്? സരോജ്, നീ എന്താ മിണ്ടാത്തേ? അവിനേഷ്, നീ എന്താ നിശബ്ദനായിരിക്കുന്നത്? അവള് ഓരോ ആളുകളെയും പേരെടുത്ത് വിളിച്ച് സംസാരിച്ചു തുടങ്ങി. ആ ചോദ്യങ്ങൾ കേട്ടതും ആ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി അവളോട് സംസാരിച്ചു തുടങ്ങി. സായി, ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ട് നിനക്ക് അതിന് കഴിയുമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് വിസ്മയ സായിയുടെ തോൾ തട്ടി അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് ആ അന്തരീക്ഷം ഒന്ന് തണുത്തു. സായിയുടെ വലതു ഭാഗത്തോട് നടക്കായിരുന്ന കൃഷ്ണ സായിയോട് പറഞ്ഞു, ഏയ് സായി, ഞങ്ങളെല്ലാവരും ഇല്ലേ, നമുക്ക് ഒരു എക്സ്പ്ലോറേഷൻ നടത്താം കൊട്ടാരത്തിൽ. നമ്മളൊരു നിധിവേട്ട നടത്തുകയാണെന്ന് കരുതിയാൽ മതി.
കൃഷ്ണ അത് പറഞ്ഞപ്പോൾ കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു, അതെ അതെ സായി, നമ്മളൊരു നിധി വേട്ടയ്ക്ക് പോവുകയാണെന്ന് കരുതിയാൽ മതി, നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. ആ ടീം നടന്ന് സായിയുടെ കൊട്ടാരത്തിൽ എത്തുമ്പോൾ സായിയെ കാത്തു നിൽക്കുകയാണ് മുത്തശ്ശി. മുത്തശ്ശി സ്നേഹത്തോടെ സായി ചേർത്ത് പിടിച്ചു. സായി, ശരിക്കും സന്തോഷത്തോടു കൂടിയാണ് നീ ഇവിടെ കഴിയേണ്ടത്. ഒരു തരത്തിലുള്ള വിഷമവും നിന്റെ മനസ്സിനെ ബാധിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി സായിയും ആ ടീമുമായി അകത്തെ ഹാളിലേക്ക് നടന്നു. ഓരോ ദിവസം കഴിയുന്തോറും സായിക്ക് ടെൻഷൻ കൂടി വരികയാണ്. ആ ഉത്സവത്തിന്റെ 7ാം ദിവസമാണ് ബുദ്ധ പൗർണമി. അവൾ ആളുകൾക്കുള്ള പ്രതീക്ഷ, അതാണ് യഥാർത്ഥത്തിൽ അവളെ ടെൻഷൻ അടിപ്പിക്കുന്നത്. അവളുടെ അമ്മയും മുത്തശ്ശിയും കസിൻസും ഒക്കെ എപ്പോഴും സായിയുടെ കൂടെ തന്നെയുണ്ട്. ഇവരുടെയൊക്കെ പ്രതീക്ഷ നടപ്പിലാക്കാൻ തനിക്ക് പറ്റൂ. എല്ലാവരും പറയുന്നു തന്നെ കൊണ്ട് പറ്റുമെന്ന്. താൻ ബുദ്ധൻ ജനിച്ച അതേ ദിവസമാണ് ജനിച്ചിരിക്കുന്നത്. ചന്ദ്രൻ പൂർണ്ണ അളവിൽ അങ്ങനെ പ്രകാശിച്ച് നിൽക്കുമ്പോഴാണ് തൻ്റെ അമ്മ തന്നെ പ്രസവിച്ചതെന്ന് അമ്മ തന്നെ പറഞ്ഞ് അവള് കേട്ടിട്ടുണ്ട്. അങ്ങനെ 7ാമത്തെ ദിവസം പുലർന്നു. അന്ന് രാത്രിയാണ് ആ സംഭവം നടക്കാൻ പോകുന്നത്. രാവിലെ തന്നെ സായി കൂട്ടരും അവരുടെ താമസ സ്ഥലത്ത് നിന്ന് ബുദ്ധ ക്ഷേത്രത്തിലെത്തി. അവിടെ നിന്ന് ഒത്തിരി പൂജകളുണ്ട്. ആ പൂജയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ മുത്തശ്ശി ഉൾപ്പെടെ എല്ലാ ആളുകളും സായിയും ആ 21 പേരെയും സ്വീകരിക്കാനായി മുറ്റത്ത് തന്നെ ഉണ്ട്. ചാവേർ പടയാളികളെ മാമാങ്കത്തിന് അയക്കുന്ന വീട്ടിലെ രക്ഷിതാക്കളുടെ ഒരു ശൈലിയിലുള്ള പെരുമാറ്റമാണ് ഇന്നത്തെ ദിവസം അവിടെ ആ 21 കസിൻസിന്റെയും മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അന്ന് ആ പകൽ ആ കൊട്ടാരത്തിൽ ആഘോഷങ്ങൾ ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. ഒരു ശാന്തത എല്ലായിടത്തുമുണ്ട്. വരാനിരിക്കുന്ന ദുരന്തത്തെ അവർ വിഷ്വലൈസ് ചെയ്യുന്നതാണോ, അതോ വരാൻ പോകുന്ന ഭാഗ്യത്തെ അവർ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നതാണോ, രണ്ടും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സ്റ്റേജ്. സമയം പിന്നീട് അങ്ങോട്ട് നീങ്ങുന്നില്ല എന്ന് തന്നെ പറയാം. എന്തായാലും സന്ധ്യയായി. ചുറ്റും ഇരുട്ട് പരക്കുമ്പോൾ അവരുടെ കൊട്ടാരത്തിനും അവർക്ക് പോകേണ്ട കൊട്ടാരത്തിനിടയിലുള്ള റോഡ് അതിമനോഹരമായ ദീപ അലങ്കാരങ്ങൾക്കൊപ്പം തറയിൽ പൂക്കൾ വാരി വിതറിയിട്ടുമുണ്ട്. ഈ കൊട്ടാരത്തിൽ നിന്ന് ആ കൊട്ടാരവാതിൽക്കിലേക്കുള്ള ആ 21 പേരെയും നയിച്ചുകൊണ്ടുള്ള സത്വൃന്ദ എന്ന സായിയുടെ ആ യാത്ര, അത് കാണാനായി സകല ആളുകളും സന്ധ്യ കഴിഞ്ഞപ്പോഴേ അവിടെ എത്തിയിട്ടുണ്ട്. സമയം ഏകദേശം രാത്രി 10 മണി കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് സായിയും ആ 21 പേരും അടങ്ങിയ ടീം അവർക്ക് പോകേണ്ട കൊട്ടാരത്തിലേക്കുള്ള വഴിയിലൂടെ നടന്നു തുടങ്ങി. ഏറ്റവും മുന്നിൽ സായിയുടെ പുറകിലായി ആ 21 ആളുകൾ, അവർക്ക് പുറകിലായി മുത്തശ്ശിയും ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഈ സമയത്ത് ഇരുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ നിശബ്ദമായി കൈകൾ കൂപ്പി നിൽക്കുകയാണ്. ഏറ്റവും മുന്നിൽ നടക്കുന്ന സായി ഇരുഭാഗത്തുമുള്ള ആളുകളെ കാണുന്നുണ്ട്. സകലത്തിലും വല്ലാത്തൊരു പ്രതീക്ഷയുണ്ട്. സായിയുടെ ഹൃദയം പൊട്ടിപ്പോകത്തക്ക ശൈലിയിൽ ആ പ്രതീക്ഷ സായി തന്നെ ഇങ്ങനെ കൂടി വരികയാണ്. ശരിക്കൊരു ടെൻഷൻ സായിക്കുണ്ട്. തനിക്ക് ഇത് പറ്റുമോ? അകത്ത് കിടന്നാൽ ജീവനോട് മടങ്ങി വരാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് സായിയുടെ വിഷയമേ അല്ല. അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് അകത്തുനിന്ന് ആ മഞ്ഞ നിറത്തിലെ പുഷ്യരാഗം തനിക്ക് പുറത്തെത്തിക്കാൻ പറ്റുമോ? അത് മാത്രമാണ് സായിയുടെ മുന്നിലുള്ള ചോദ്യം. ഏതാനും മിനിറ്റുകൾ നീണ്ടുനിന്ന ആ യാത്ര അവസാനിച്ചത് വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ആ കൊട്ടാര വാതിലിന് മുന്നിലാണ്. ആ കൊട്ടാര വാതിലിന് മുന്നിലെത്തുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ ആദ്യം വരിക ആ കൊട്ടാര മതിലാണ്. ശരിക്കും നല്ല പൊക്കത്തിൽ കെട്ടി ഉയർത്തിയിരിക്കുന്ന ഒരു കോട്ട തന്നെയാണ് ആ കൊട്ടാര മതിലെന്ന് പറയാം. ആ കോട്ട മതിലിന് നടുവിലായി അതിമനോഹരമായ ഒരു വാതിൽ. ആ വാതിലിന് ഒത്ത നടുക്ക് ഏതാണ്ട് റോസ് നിറത്തിലുള്ള ഒരു താമരമൊട്ട് അങ്ങനെ നിൽക്കുന്ന കാണാം. കണ്ടാൽ ഒറിജിനൽ താമരമൊട്ടാണെന്ന് തോന്നുന്ന ഒരു മൊട്ട്. ഒരു പ്രത്യേകത ആ മതിലിനും വാതിലിനും ഒക്കെ ആർക്കും തോന്നും. വർഷത്തിൽ ഒരു തവണ മാത്രം, അതും ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കപ്പെടുന്ന ഒരു വാതിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവരെല്ലാവരും ആ പ്രത്യേക ദിവസം ആ കാഴ്ച നേരിൽ കാണാറുണ്ട്. ആ വാതിൽ മലർക്കെ തുറക്കപ്പെടുന്ന കാഴ്ച. ഇപ്പോ ആരും സംസാരിക്കുന്നതേയില്ല. പൂർണ്ണ നിശബ്ദതയാണ് എവിടെയും. സായും ബാക്കിയുള്ള 21 പേരും നടന്ന് കൊട്ടാര വാതിലിന്റെ മുന്നിലെത്തി. അവര് കൊട്ടാര വാതിലിന്റെ അടുത്തേക്ക് നടന്നപ്പോൾ അവർക്കൊപ്പം നടക്കുകയായിരുന്ന മുത്തശ്ശിയും ബാക്കിയുള്ള ആളുകളും കുറച്ച് പുറകിലായി അങ്ങ് നിന്നു. മുത്തശ്ശി ഉൾപ്പെടെ എല്ലാ ആളുകളും കണ്ണുകളടച്ച് ആ വാതിൽ നോക്കി കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ്. സകലരും കണ്ണുകളടച്ച് മൗനമായി ഇന്ന് സായിക്ക് അകത്ത് കയറാനും മഞ്ഞ പുഷ്യരാഗമെടുത്ത് തിരിച്ചു വരാനും കഴിയണേ എന്നൊരൊറ്റ പ്രാർത്ഥനയെ ആ ആൾക്കൂട്ടത്തിനുള്ളൂ. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സായി പതുക്കെ തിരിഞ്ഞ് ചുറ്റും നോക്കുമ്പോൾ അവൾ ആ കാഴ്ച കാണുന്നുണ്ട്. ഇപ്പോ ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചു പൊങ്ങിയിരിക്കുകയാണ്. ഒരു ഇല പോലും ചലിക്കുന്നില്ല എന്നതാണ് സത്യം. പൂർണ്ണ നിശബ്ദത. ചന്ദ്രൻ നേരെ തലയ്ക്ക് മുകളിലെത്തി. അതെ, പൂർണ്ണ ചന്ദ്രനായി മാറിക്കഴിഞ്ഞു. ബുദ്ധ
പൗർണമി അതിൻ്റെ എല്ലാ തെളിമയോടും കൂടി ആകാശത്ത് കാണുമ്പോൾ തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു രംഗമുണ്ടായി. ആ കൊട്ടാര വാതിലിലെ റോസ് നിറത്തുള്ള ആ മൊട്ട് തിളങ്ങുമ്പോൾ പതുക്കെ പതുക്കെ ആ വാതിൽ അങ്ങ് തുറക്കപ്പെടുകയാണ്. ആ വാതിൽ പതുക്കെ പതുക്കെ തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് മുട്ടിൽ നിന്ന് ഇതളുകൾ പതുക്കെ പതുക്കെ ഉണ്ടായി വരുന്നതാണ്. 2 താമരകളായി 2 ഭാഗത്തായി ആ വാതിലങ്ങ് തുറന്നു. ആ വാതിൽ തുറക്കുമ്പോൾ ആ വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കാം. ആ ശബ്ദം മുഴുവൻ ആളുകളെയും ആ വാതിൽ തുറന്ന സ്ഥലത്തേക്ക് എത്തിച്ചു. സകലരും കൂപ്പ് കൈകളോടെ ആ തുറന്ന വാതിലിനകത്തേക്ക് നോക്കുകയാണ്. വളരെ വിശാലമായ ഒരു ഇടനാഴി. അതാണ് ആ തുറന്ന വാതിലിലൂടെ നോക്കുന്ന ആളുകൾക്ക് കാണാൻ പറ്റുക. അകത്ത് ഇരുട്ടാണ്. സകലരും നിശബ്ദരായി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആദ്യം സത്വന്ത എന്ന സായിയും തൊട്ടുപുറകെ ആ 21 പേരും ആ കൊട്ടാര വാതിൽ വഴി അകത്തേക്ക് പ്രവേശിച്ചു. അവരെ ഓരോ സ്റ്റെപ്പ് അകത്തോട്ട് വയ്ക്കുമ്പോഴും പുറത്തു നിൽക്കുന്ന അവരുടെ മാതാപിതാക്കളുടെ ഹൃദയം പടപട മിടിക്കുകയാണ്. ഇതിനു മുമ്പ് അകത്തേക്ക് പോയിട്ടുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ്. സായിയുടെ മുത്തച്ഛനൊഴികെ വേറൊരാളും മടങ്ങി വന്നതായി അവരുടെ ഓർമ്മയിലില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രിയപ്പെട്ട മക്കൾ മടങ്ങി വരുമോ ഇല്ലയോ എന്ന് അവർക്കാർക്കും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അതിനിടയിൽ ആ കൊട്ടാര വാതിൽ കടന്ന് തിരിഞ്ഞു നോക്കാതെ സായിയും ആ 21 പേരും ആ കോറിഡോറിലേക്ക് കടന്നു. ആ 21 ആളുകളും അകത്തേക്ക് പോയി ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞതും ആ കൊട്ടാര വാതിലിൽ നിന്ന് കോറിഡോറിലേക്കുള്ള ആ കാഴ്ച സാവധാനം അങ്ങ് മങ്ങി തുടങ്ങി. ഒരു കർട്ടൻ വീണതുപോലെ ആളുകൾക്ക് ഒരു കാഴ്ച തടസ്സമുണ്ടായി. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവർക്ക് പരിചയമുള്ളതാണ് ആ സംഭവം. പുറത്ത് ആളുകൾ ആ വാതിലിലേക്ക് നോക്കി അങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ ഈ സമയത്ത് കൊട്ടാരത്തിനകത്തേക്ക് കടന്ന സത്വൃന്ദയും ബാക്കിയുള്ള 21 ആളുകളും ആ കോറിഡോറിലൂടെ നിശബ്ദമായി മുന്നോട്ട് നടക്കുകയാണ്. സത്വൃന്ദ എന്ന സായിയുടെ ഇരുഭാഗത്തുമായി അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടാണ് ആ ടീം നടക്കുന്നത്. കണ്ടാൽ ഒരു യുദ്ധത്തിന് ഒരു ടീം യാത്ര ചെയ്യും പോലെ തോന്നും. അങ്ങനെ യാത്ര ചെയ്യുന്ന അവരുടെ ശ്രദ്ധ എല്ലാ ഭാഗത്തുമുണ്ട്. അവരുടെയൊക്കെ കയ്യിൽ ഇപ്പോൾ ടോർച്ചുകളുമുണ്ട്. ആ ടോർച്ചിൻ്റെ പ്രകാശമല്ലാതെ ഇപ്പോൾ വേറെ പ്രകാശം ഇല്ലയെന്ന് പറയാം. ആ കോറിഡോറിന് മുകളിൽ ഒരു മേൽക്കൂരയുണ്ട്. ഒരു കൊട്ടാരത്തിൻ്റെ അകത്ത് അവർ എത്തിയെന്ന് വ്യക്തം. ആ മേൽക്കൂരയുള്ള വഴിയിലൂടെ അവർ മുന്നോട്ട് നടക്കുമ്പോൾ എങ്ങും പ്രകാശത്തിൻ്റെ കണിക പോലുമില്ല. ആ ടോർച്ച് അടിച്ച് ആ ടീം മുന്നോട്ട് നീങ്ങുകയാണ്. ഏകദേശം ഒരു 7-8 മിനിറ്റെങ്കിലും അവർ അങ്ങനെ നടന്നു കാണും. സായിക്ക് തൻ്റെ കൂടെ നടക്കുന്ന ആളുകളുടെ ഹൃദയമിടിപ്പ് കൃത്യമായി കേൾക്കാം. ആ ഇരുട്ടിലൂടെ മുന്നോട്ട് നടക്കുന്ന അവരുടെ ശ്രദ്ധയിൽ പെട്ടെന്നാണ് പ്രകാശം പ്രത്യക്ഷപ്പെടുന്നത്. അവർ നടന്നെത്തിയത് ആ പ്രകാശമുള്ള ഭാഗത്താണ്. ശരിക്കും ആ സ്ഥലം ഒരു കൊട്ടാരത്തിൻ്റെ ദർബാർ ഹാളിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഹാളാണ്. രാജസിംഹാസനവും മറ്റ് കസേരകളൊക്കെയുള്ള ഒരു വലിയ ഹാളിലേക്കാണ് അവർ നടന്നെത്തിയത്. ആ ഹാളിൽ മുകളിലുള്ള പൂർണ്ണചന്ദ്രനിൽ നിന്ന് പ്രകാശം അരിച്ചരിച്ച് വീഴുന്നുണ്ട്. അവിടേക്ക് പ്രകാശം വീഴത്തക്ക ശൈലിയിൽ മേൽക്കൂരയിൽ അതിമനോഹരമായ ഹാളുകൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തം. ആ ഭാഗത്തേക്ക് നോക്കിയ ആ 22 പേരും ആ ഭാഗം കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ അവരുടെ ശ്രദ്ധയിൽ ഇടതു ഭാഗത്തേക്ക് തിരിയുന്ന ഒരു കോറിഡോർ പെട്ടു. ആ ഇടനാഴി ശരിക്കും ഇരുട്ട് പിടിച്ച് കിടക്കുകയാണ്. അവരുടെ കയ്യിലെ ആ ടോർച്ച് ഉപയോഗിച്ച് ആ ഇടനാഴിയിലെ ഇരുട്ടിനെ കീറി മുറിച്ച് അവര് കടന്നെത്തിയത് അതിവിശാലമായ ഒരു തളത്തിലേക്കാണ്. ആ തളത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അവരുടെ ടോർച്ചിന്റെ പ്രകാശത്തിൽ അവിടെ അവർ ആ കാഴ്ചകൾ കണ്ടു. അവരുടെ മുത്തശ്ശി അവരോട് പറഞ്ഞ ആ 27 അറകളുള്ള ഒരു തളത്തിലേക്കാണ് അവരെത്തിയിരിക്കുന്നത്. ആ തളത്തിന്റെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും അനവധി അറകൾ. ആ 27 അറകളിൽ ഏതിലോ ഒന്നിൽ അവർക്ക് ആവശ്യമുള്ള ആ മഞ്ഞ പുഷ്യരാഗമുണ്ട്. കൊട്ടാര വാതിൽ മുതൽ ആ അറ വരെയുള്ള അവരുടെ യാത്ര ഒരു പ്രതിസന്ധികളും അവർക്ക് നൽകിയിട്ടില്ല. അതിന്റെ അർത്ഥം വ്യക്തമാണ്. ഇനിയാണ് തടസ്സം ഉണ്ടാകാൻ പോകുന്നത്. ആ തടസ്സം അത് എന്ത് തന്നെയാണെങ്കിലും അതിനെ അതിജീവിക്കണം. അതിനുള്ള പ്ലാനൊക്കെ ഓൾറെഡി അവർ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. സായിയുടെ കസിൻ വിസ്മയ സായിയോട് പറഞ്ഞു, സായി 3 പേർ സായിക്കൊപ്പം ഇവിടെ നിൽക്കും. ഞങ്ങൾ ബാക്കി 18 പേർ 3 പേര് വീതമുള്ള 6 ടീമായി തിരിഞ്ഞ് 6 അറകളിലേക്ക് കടക്കാം. അവിടെ ഏതിലെങ്കിലും ആ മഞ്ഞ പുഷ്യരാഗം ഉണ്ടെങ്കിൽ ആ വിവരം നമ്മൾ സായി അറിയിക്കും. സായി അത് എടുക്കുന്നതോടുകൂടി നമ്മൾ ഇവിടുന്ന് പുറത്തു പോവുകയും ചെയ്യും. വിസ്മയ അങ്ങനെ പറഞ്ഞിട്ട് നേരത്തെ അവർ ഡിസൈഡ് ചെയ്തിരുന്ന അനുസരിച്ച് 6 ടീമുകൾ 6 മുറികളിലേക്ക് കടന്നു. ഒരു ടീമിന്റെ ഭാഗമായി വിസ്മയമുണ്ട്. ആ 18 പേരും ആ 6 മുറികളുടെയും വാതിലുകൾക്ക് അടുത്തെത്തി. വാതിലുകളിൽ 2 പൂട്ടുകൾ വീതമാണ് കിടക്കുന്നത്. എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും കയ്യിൽ കരുതിയിരിക്കുന്ന ആ ടീമിന്
ആ പൂട്ടുകൾ പൊളിക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ആ 6 ടീമും ആ 6 വാതിലുകളുടെയും പൂട്ടുകൾ പൊളിക്കുന്ന ശബ്ദം അത് മാത്രമാണ് ഇപ്പോൾ അവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. സായിയും അവൾക്കൊപ്പമുള്ള ആ 3 പേരും നിശബ്ദരായി ആ കാഴ്ച അങ്ങനെ കണ്ടു നിൽക്കുകയാണ്. മുത്തശ്ശിയും അവളുടെ ബന്ധുക്കളും അവരെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അവർ പ്രാവർത്തികമാക്കുകയാണ്. ആ 3 അംഗ സംഘം സകല സ്ഥലത്തും അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ പൂട്ടുകൾ പൊളിച്ച ടീമുകൾ വാതിലുകൾ മലർക്കെ തള്ളി തുറന്നു. 6 വാതിലുകളും ഏതാണ്ട് ഒരുമിച്ച് തുറക്കപ്പെട്ടു എന്ന് പറയാം. ഏതാണ്ട് ഒരേ വേഗതയിലാണ് അവർ പണിയെടുക്കുന്നത്. കിരികിരി ശബ്ദത്തോടെ വാതിലുകൾ തുറക്കുമ്പോൾ ആ കൊട്ടാരത്തിൽ പല ഭാഗത്തും അതിന്റെ പ്രതിധ്വനി മുഴങ്ങുന്നത് അവിടെ നിൽക്കുന്ന സായിക്ക് കേൾക്കാം. സായി നിശബ്ദമായി ആ കാഴ്ച അങ്ങനെ കണ്ടു നിൽക്കുകയാണ്. അവളുടെ കൈവശമുള്ള ടോർച്ച് അവൾ അണച്ചു പിടിച്ചിരിക്കുകയാണ്. അവളുടെ ചുറ്റും നിൽക്കുന്ന ആ 3 പേരും അവരുടെ കൈവശമുള്ള ടോർച്ചിൽ 3 ദിക്കിലേക്കും അടിച്ച് പരിശോധിക്കുന്നുണ്ട്. മുൻഭാഗത്ത് ആ 6 ടീമുകൾ 6 വാതിലുകൾ പൊളിച്ച് അകത്തേക്ക് കടന്നു കഴിഞ്ഞു. സമയം അങ്ങനെ ഇഴഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10 മിനിറ്റ് ആയതും ഒരു അറയിൽ നിന്ന് ഒരാള് പുറത്തേക്ക് ഓടി വരുന്ന കാഴ്ച സായി കണ്ടു. സായിക്കൊപ്പമുള്ള ആളുകൾക്ക് അത് കണ്ടതും വലിയ സന്തോഷമായി. ആ അറയിലായിരിക്കും രത്നമുള്ളത്. ഓടി വരുന്ന ആളെ നോക്കി സായിയുടെ കൂടെയുള്ള ആൾ വിളിച്ചു, സരോജ് കിട്ടിയോ, കണ്ടോ, മഞ്ഞപുക്ഷരങ്ങി കണ്ടോ? അങ്ങനെ സായിക്കൊപ്പമുള്ള ആ ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോൾ സായി ഓടി വരുന്ന അവളുടെ കസിൻ സനോജിനെ തന്നെ സൂക്ഷിച്ചു നോക്കിയാണ്. സനോജിന്റെ ദേഹത്ത് ശരിക്കും രക്തം ചിതറിയിട്ടുണ്ട്. സായി ഓടി സനോജിന്റെ അടുത്തെത്തി. ഹേയ് സനോജ്, എന്തു പറ്റി? അങ്ങനെ സായി ചോദിക്കുമ്പോൾ അവൻ ശരിക്കും കിതക്കുകയാണ്. അവന്റെ ബോഡി തട്ടി സായി അവനെ ആശ്വസിപ്പിക്കുമ്പോൾ സായിക്കൊപ്പം ഉണ്ടായിരുന്ന 3 ആളുകൾ കൂടി അവർക്കൊപ്പം കൂടി. ഏയ് സനോജ്, എന്തു പറ്റി? ഇതെങ്ങനെ രക്തം തെറിച്ചത്? അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷമാണ് അതിന് സരോജ് മറുപടി പറഞ്ഞത്. ഞാനും എനിക്കൊപ്പമുള്ള ആളുകളും പൂട്ട് തകർത്ത് ആ മുറിയിലേക്ക് കയറി. മുറിയിൽ നല്ല ഇരുട്ടായിരുന്നു. ഞങ്ങൾ ടോർച്ച് അടിച്ച് മുന്നോട്ട് നീങ്ങിയായിരുന്നു. കുറെ ദൂരം ഞങ്ങൾ നടന്നു കാണും. അങ്ങനെ നടക്കുമ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ ആ മുറിയുടെ ചുവരുകൾ കൃത്യമായി പതിയുന്നത്. ചുവരുകളിൽ പ്രതിമകൾ അങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അതെന്ത് പ്രതിമയെന്ന് അറിയാനായി ഞങ്ങൾ ഓരോരുത്തരും ആ പ്രതിമകളിലേക്ക് ഞങ്ങളുടെ കയ്യിൽ ടോർച്ച് തിരിച്ചു. അത് കുതിരകളുടെ പ്രതിമകളാണ്. കുതിരകളുടെ പ്രതിമകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടതും മനു എന്നോട് ചോദിക്കുകയും ചെയ്തു, സനോജെ, ഇതെന്താ കുതിര മാത്രം ഇവിടെ ഇരിക്കുന്നത്? ഞാൻ അതിന് മറുപടി പറഞ്ഞു, മനു എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കുതിരയിൽ ഞങ്ങൾ ടോർച്ച് അടിച്ച് നോക്കിയായിരുന്നു. അപ്പോഴാണ് മനോജിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നത്. ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ മനോജിന്റെ മുൻവശത്തുണ്ടായിരുന്ന കുതിരയുടെ വായിൽ നിന്ന് പ്രകാശം മനോജിന്റെ മുഖത്തേക്ക് അടിക്കുന്ന ഞാൻ കണ്ടത്. ശരിക്കും തീയാണ് മനോജിന്റെ മുഖത്തടിച്ചത്, തീജ്വാല. ആ കുതിരയുടെ വായിൽ നിന്ന് തീജ്വാല പുറത്തേക്ക് വരികയായിരുന്നു. ആ തീജ്വാലയിൽ മനോജിന്റെ ആ മുഖം അങ്ങ് കത്തിപ്പോയി. മുഖം മാത്രമല്ല, മനോജ് പൂർണ്ണമായും കത്തി. ഞെട്ടി ഞാൻ മറുഭാഗത്തേക്ക് നോക്കുമ്പോൾ ശ്രീരാഗം അതുപോലെ നിന്ന് കത്തുകയാണ്. സരോജിനൊപ്പം ഉണ്ടായിരുന്ന മനുവും അതുപോലെ ശ്രീരാഗം അകത്തുണ്ടായിരുന്ന ആ കുതിരകളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന തീയാൽ കത്തി വെന്ത് തീർന്നു എന്ന യാഥാർത്ഥ്യമാണ് ശരിക്കും സനോജ് അവരോട് പറഞ്ഞത്. സായി ഭയന്നുപോയി. ഞാൻ തിരിഞ്ഞു നോക്കാതെ ഓടുകയായിരുന്നു. അകത്ത് ഉണ്ടായിരുന്ന കുതിരകൾ സനോജിനൊപ്പം ഉണ്ടായിരുന്ന മനുവിനെയും ശ്രീരാഗിനെയും അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സായിക്കും കൂടുതലുള്ള ആളുകൾക്കും 23 കൊല്ലങ്ങൾക്ക് മുമ്പ് അകത്തേക്ക് വന്ന ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായി. അവരിതുപോലെ ഏതോ അറയിൽ കയറിയതാണ്. ആ അറയിൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഒരു ധാരണ അവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ പെട്ടെന്നാണ് മറ്റു അറയിൽ നിന്ന് വിസ്മയ ഓടി പുറത്തേക്ക് വന്നത്. ഓടി വരുന്ന വിസ്മയ ശരിക്കും കിതയ്ക്കുന്നുണ്ട്. അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. സായിയും ബാക്കിയുള്ളവരും വിസ്മയുടെ നേരേക്ക് ഓടുമ്പോൾ വിസ്മയ ശരിക്കും തറ വീണ വിസ്മയെ ഒരു പരുവത്തിൽ അവര് പിടിച്ചെണീപ്പിച്ച് ആശ്വസിപ്പിച്ചപ്പോൾ വിസ്മയ പറഞ്ഞു, സായി, ഞങ്ങൾ കയറിയ മുറിയിൽ ശരിക്കും ഇരുട്ടായിരുന്നു. ടോർച്ചടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയതാണ്. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു ശബ്ദം കേട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുന്നിലുണ്ടായിരുന്ന രവിയെ പാമ്പ് കടിക്കുന്ന കണ്ടത്. പാമ്പ് കടിച്ചെന്നു? അതേ സായി, രവി ഒരു പാമ്പിനെ ചവിട്ടിയിരിക്കായിരുന്നു. ആ പാമ്പാണ് രവിയെ കടിച്ചത്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വിഷ്ണുവിന്റെ കഴുത്തിൽ ചുറ്റിയിരിക്കുന്ന ഒരു പാമ്പിനെയും കണ്ടു. അത് കണ്ടതും ഭയന്ന് ഞാൻ തിരിച്ചു ഓടുകയായിരുന്നു. വിസ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന വിഷ്ണുവും അതുപോലെ രവിയും പാമ്പ് കടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു കഥയാണ് വിസ്മയ വഴി ഇപ്പോൾ അവർ കേൾക്കുന്നത്. സനോജ് കയറിയ മുറിയിലാണെങ്കിൽ കുതിരകളും കുതിരയുടെ വായിൽ നിന്ന് വരുന്ന തീയുമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വിസ്മയ കയറിയ മുറിയിലാണെങ്കിൽ നിറയെ പാമ്പുകളാണ് ഉള്ളത്.
വിസ്മയ ഒരു കാര്യം കൂടി സായിയോട് പറഞ്ഞു. സായി, ആ മുറിയിൽ ആയിരക്കണക്കിന് പാമ്പുകളുണ്ട്. ഓടി ഇറങ്ങുന്നിടയിൽ അവൾ കണ്ട കാഴ്ച അതാണ്. നിറയെ പാമ്പുകളുള്ള ഒരു സ്ഥലത്താണ് രവിയും കൂടെയുള്ള ആളും പെട്ടത്. വിസ്മയ പറഞ്ഞ കഥ കേട്ടപ്പോൾ ആ ടീമിന്റെ ഇടയിൽ ഇപ്പൊ പൂർണ്ണ നിശബ്ദത ഉണ്ടായിരിക്കുകയാണ്. 6 ടീമുകളായി പിരിഞ്ഞ് 6 അറകളിലേക്കാണ് സായിയുടെ കസിൻസ് കയറിയിരിക്കുന്നത്. അതിൽ 2 അറകളിൽ കയറിയ 2 പേർ തിരികെ എത്തി. 4 പേർ കൊല്ലപ്പെട്ടു. അവരുടെ അച്ഛനും അമ്മയും ബന്ധുക്കളൊക്കെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഒരു വൻ ദുരന്തമാണോ സംഭവിക്കാൻ പോകുന്നത്? ആ ഒരു ചോദ്യം ഇപ്പോൾ ആ കൂടി നിൽക്കുന്ന എല്ലാവർക്കുമുണ്ട്. സായി അതിനെക്കുറിച്ച് ആലോചിച്ചതും വിസ്മയ സായിയുടെ പുറത്ത് കിട്ടി. സായി, നീ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. സായി, എന്ത് വില കൊടുത്തും നീ ആ പുഷ്യരാഗം എടുക്കുക തന്നെ വേണം. ശരിക്കും അപകടകരമായ ആ സാഹചര്യത്തിൽ പോലും വിസ്മയ ഒരു ലീഡറുടെ കപ്പാസിറ്റി കാണിക്കുകയാണ്. അവൾ അങ്ങനെ പറഞ്ഞതും ആദ്യം രക്ഷപ്പെട്ടു വന്ന സനോജും സായിയോട് പറഞ്ഞു, സായി, വിസ്മയ പറഞ്ഞതാണ് ശരി, നീ ഇതിനെക്കുറിച്ച് ആലോചിക്കണ്ട. സനോജ് അത് പറഞ്ഞ് നിർത്തിയ ആ നിമിഷത്തിൽ മറ്റൊരു അറയിൽ നിന്ന് ഒരാൾ കൂടി പുറത്തേക്ക് ചാടി. ഓടി വന്നത് കൃഷ്ണയാണ്. ശരിക്കും കൃഷ്ണ ആ അറയിൽ നിന്ന് ഓടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവൻ തറയിൽ വീണു. തറയിൽ വീണ് അവൻ പിന്നെ എണീറ്റ് ഓടുകയാണ്. അവൻ മുന്നോട്ട് ഓടുമ്പോൾ അവൻ്റെ കയ്യിലെ ടോർച്ചൊക്കെ തെറിച്ചു പോയിരുന്നു. ശബ്ദം കേട്ട് സനോജും വിസ്മയും ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഭാഗത്തേക്ക് അവരുടെ കയ്യിലെ ടോർച്ച് അടിക്കുമ്പോൾ തറയിൽ നിന്ന് എണീക്കാൻ ശ്രമിക്കുന്ന കൃഷ്ണയാണ് അവർ കണ്ടത്. കൃഷ്ണ എണീക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ പുറത്ത് പ്രകാശം വീണു. ആ പ്രകാശം കണ്ടപ്പോഴാണ് അവനൊരു ആശ്വാസമായത്. അവൻ ഉറക്കെ വിളിച്ചു, സായി, സായി എന്ന് കൃഷ്ണ വിളിച്ചപ്പോൾ സായി ഉൾപ്പെടെ ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടി കൃഷ്ണ അടുത്തേക്ക് ഓടി. കൃഷ്ണ ആ മഞ്ഞ പുക്ഷിരാക്കി കണ്ടെത്തി കാണുന്ന പ്രതീക്ഷ ഓടിയെത്തുമ്പോൾ അവർക്കുണ്ടായിരുന്നു. കൃഷ്ണ അടുത്തേക്ക് അവർ ഓടിയെത്തിയതും കൃഷ്ണ സായിയുടെ പുറത്ത് കയറി പിടിച്ചു. സായി, അകത്ത് അകത്ത്, ഏയ് കൃഷ്ണ എന്നൊക്കെ വെച്ച് പറ. വിസ്മയും സനോജും സായിയും ബാക്കിയുള്ള ആളുകളും ചേർന്ന് കൃഷ്ണയെ ആശ്വസിപ്പിച്ചെടുക്കാൻ ശരിക്കും 1-2 മിനിറ്റ് എടുത്തു എന്ന് പറയാം. ശരിക്കും അവൻ ഭയന്നിട്ടുണ്ട്. കൃഷ്ണ ശ്വാസം എടുക്കുന്നത് ക്രമത്തിലായതും അവൻ സായിയോട് പറഞ്ഞു തുടങ്ങി, സായി, ഞങ്ങൾ കയറിയ മുറിയിൽ കുറച്ച് ഉള്ളിലോട്ട് ചെന്നപ്പോൾ ഇരുഭാഗത്തുള്ള പ്രതിമകൾ ഞങ്ങൾ കണ്ടിരുന്നു. മനുഷ്യന്റെ ഉടലും സിംഹത്തിന്റെ തലയുമുള്ള നരസിംഹത്തെയാണ് ഞങ്ങൾ കണ്ടത്. നല്ല ഭംഗിയുള്ള നരസിംഹമൂർത്തികൾ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ ആ നരസിംഹമൂർത്തിയിൽ ടോർച്ച് അടിച്ചു നോക്കുകയാണ്. അവിടെ എവിടെയെങ്കിലും മഞ്ഞ പുഷ്യരാഗം ഉണ്ടോ എന്നാണ് ഞങ്ങൾ നോക്കിയത്. ഞാൻ ഒരു നരസിംഹത്തിൽ ടോർച്ച് അടിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. സായി, നമ്മുടെ രാഹുലിനെ നരസിംഹത്തിൻ്റെ ആ സിംഹത്തല കടിച്ച് പറിക്കുകയാണ്. പ്രതിമ കടിച്ചെന്നു? അതേ സായി, ആ നരസിംഹത്തിന് ജീവനുണ്ട്. ആ സിംഹത്തിൻ്റെ തല രാഹുലിൻ്റെ തലയെ കടിച്ച് പറിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അഭിയെ ഞാൻ കണ്ടത്. അഭിയുടെ തലയും വേറൊരു പ്രതിമ കടിച്ചു പറിക്കുകയാണ്. അവർ 2 പേരുടെ തലകളും 2 നരസിംഹമൂർത്തികൾ കടിച്ചു പറിക്കുന്ന കണ്ടതും ഭയന്നുപോയി ഞാൻ പുറത്തേക്ക് ഓടുകയായിരുന്നു. കൃഷ്ണ പറഞ്ഞ ആ കഥ കൂടെ കേട്ടതും പൂർണ്ണ നിശബ്ദത ഇപ്പോൾ ആ ടീമിനിടയിലുണ്ട്. അവരുടെ കയ്യിലുള്ള ആ ടോർച്ചുകൾ വശങ്ങളിലേക്ക് പോകുന്ന പ്രകാശമല്ലാതെ വേറെ ഒന്നും ചലിക്കുന്നതായി ഇല്ലെന്ന് തന്നെ പറയാം. ഏതാനും മിനിറ്റുകൾ അങ്ങനെ കടന്നുപോയി. അപ്പോഴാണ് വിസ്മയ ചോദിച്ചത്, അല്ല, ബാക്കിയുള്ള മുറികളിൽ നിന്ന് ആരെയും കണ്ടില്ലല്ലോ? വിസ്മയ അങ്ങനെ ചോദിച്ചപ്പോഴാണ് ബാക്കിയുള്ള 3 ടീമിന്റെ കാര്യം അവരും ആലോചിക്കുന്നത്. ആ 3 ടീമും കയറിയ വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. വിസ്മയ ഓർമ്മിപ്പിച്ചതും ആ ബാക്കിയുള്ള ആളുകൾ ആ തുറന്നു കിടക്കുന്ന വാതിലുകൾക്ക് അടുത്തെത്തി കയ്യിലിരിക്കുന്ന ടോർച്ച് ഉപയോഗിച്ച് അകത്തേക്ക് അടിച്ചു. ഇപ്പോൾ 7 പേരാണ് അവിടെ പുറത്തു നിൽക്കുന്നത്. അകത്ത് 3 മുറികളിലായി ഇനി 9 ആളുകൾ കൂടിയുണ്ട്. ആ 3 മുറികളിലും അവരിങ്ങനെ ടോർച്ച് അടിച്ചു നോക്കുകയാണ്. ടോർച്ച് അടിച്ച് നോക്കിയിട്ടും ഒരു അനക്കവുമില്ല. അകത്ത് പോയ ആളുകളുടെ ഒരു വിവരവുമില്ല. അവര് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരൊരു ശബ്ദം കേട്ടു. നേരത്തെ വിസ്മയ ഇറങ്ങിയ മുറിയുടെ വാതിൽ അടയുന്ന ശബ്ദമാണ് അവർ കേട്ടത്. ആ ശബ്ദം കേട്ട നിമിഷം തന്നെ മറ്റു വാതിലുകളും അടയുന്ന ശബ്ദം കേട്ടു. പെട്ടെന്നാണ് ആ 6 വാതിലുകളും അങ്ങ് അടഞ്ഞത്. 6 വാതിലുകളും അടഞ്ഞതും ആ കാര്യം അവർക്ക് പൂർണ്ണ ബോധ്യമാവുകയാണ്. അവർക്കൊപ്പം ഉണ്ടായിരുന്ന 15 ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. സായി ഉൾപ്പെടെ 22 ആളുകളാണ് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കടന്നത്. അതിലിതാ 15 പേർ എന്നേക്കുമായി അവർ വിട്ടുപോയിരിക്കുകയാണ്. സായിക്കൊപ്പമുള്ള 6 പേരുമാണ് ബാലൻസ് ഉള്ളത്. ശരിക്കും ടെൻഷൻ അതിൻ്റെ പരമോന്നതിയിൽ എത്തിയിരിക്കുകയാണ്. ഏതാനും മിനിറ്റ് നേരം അങ്ങനെ തന്നെ നിന്നു. അല്പസമയത്തിന് ശേഷം വിസ്മയാണ് സംസാരിച്ചു തുടങ്ങിയത്.
ആ എൻ്റെ ലക്ഷ്യവും നിശബ്ദമായി നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്നാൽ ശരിയാകില്ല. ഇനിയും ഒരുപാട് അറകൾ നമുക്ക് നോക്കാനുണ്ട്. ആ അറകൾ ഞങ്ങൾ 2 പേര് വീതം കയറി നോക്കാം. സായി ഇവിടെ നിൽക്കും. അങ്ങനെ പറഞ്ഞിട്ട് വിസ്മയ ആ 6 പേരെ 2 ടീം വീതം ആക്കാൻ ശ്രമിച്ചതും സായി വിസ്മയോട് പറഞ്ഞു, ഏയ് വിസ്മയ അത് വേണ്ട. സായി പിന്നെ ഞാൻ കയറാം. ഏയ് സായി അത് പറ്റത്തില്ല. മുത്തശ്ശി പറഞ്ഞതാണ് നിന്നെ സംരക്ഷിക്കണമെന്ന്. ഒരു കാരണവശാലും മുത്തശ്ശിക്ക് കൊടുത്ത വാക്ക് ലംഘിക്കാനാവില്ല. വിസ്മയ മാത്രമല്ല കൂടെയുള്ള ആളുകളൊക്കെ ഒന്നിച്ചാണ് അത് പറഞ്ഞത്. അത് കേട്ടതും സായി അവരോട് പറഞ്ഞു, നോക്ക്, പുതിയ അറകളിലേക്ക് കയറും മുമ്പ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 9 ആളുകൾ 3 അറകളിലേക്ക് കയറിയിട്ടുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയണം. എങ്കിലേ ഈ സമസ്യയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. അത് ഞാൻ നോക്കി കണ്ടുപിടിക്കും. നിങ്ങൾ കയറിയാൽ അത് ശരിയാവില്ല. സായി, ഞങ്ങൾ കയറുന്നതും നീ കയറുന്നതും ഒരുപോലെയല്ലേ? വിസ്മയ, നീ തന്നെയാണ് എന്നോട് പറഞ്ഞത് എനിക്ക് നിയോഗമുണ്ടെന്നും ഞാനാണ് ആ മഞ്ഞ പുരുഷരാഗം എടുക്കേണ്ടതും നീ എന്നോട് പറഞ്ഞു. എനിക്ക് ആ നിയോഗമുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായും ആ അറയിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റും. നീ ഭയക്കേണ്ട കാര്യമില്ല. ഏയ് സായി, നീ പറയുന്നതൊക്കെ ശരി, പക്ഷേ നമുക്കത് അംഗീകരിക്കാനാവില്ല. അങ്ങനെ സനോജ് പറഞ്ഞതും സായി സനോജിനെയും കൃഷ്ണയും അതുപോലെ കൂടെയുള്ള എല്ലാവരെയും ഒരുമിപ്പിച്ചിട്ട് അവരോടായി പറഞ്ഞു, നോക്ക്, ഇത് കണ്ട. അവളുടെ ഇടത് കൈ ഒന്ന് ഉയർത്തി കാണിച്ചു. ആ ഇടത് കൈയിൽ ഒരു ബ്രേസ്ലെറ്റ് കിടക്കുകയാണ്. സായി, ഇതെന്താ? ഇത് എന്റെ രക്ഷയ്ക്കുള്ള ഒരു കവചമാണ്. നിന്റെ രക്ഷയ്ക്കുള്ള കവചവും? സായി, ഇത് നിനക്ക് എവിടെന്നാ കിട്ടിയ? വിസ്മയ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മുത്തശ്ശൻ എനിക്ക് നൽകിയതാണ്. ഇത് അമ്മ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവളുടെ ഡീനാണ് ആ രുദ്രാക്ഷം കൊടുത്തെന്നുള്ള കാര്യം ആ കസിൻസിനോട് പറയാതെ അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ഒരു വിശ്വാസമായി. പെട്ടെന്ന് കൃഷ്ണ സായിയോട് ചോദിച്ചു, സായി, 3 മുറികളിലായി അവർ 9 പേരും കയറിയിട്ടുണ്ട്. നീ ഇപ്പോൾ ഏത് മുറിയാണ് നോക്കാൻ പോകുന്നത്? കൃഷ്ണ, ആദ്യം ഇതിലേതെങ്കിലും ഒന്നിൽ ഞാൻ കയറാം. അങ്ങനെ പറഞ്ഞിട്ട് സായി അതിൽ വലത് ഭാഗത്തുള്ള മുറിയുടെ നേരെ നടന്നു. നേരത്തെ 3 ആളുകൾ അകത്തേക്ക് കയറിയ മുറിയാണ്. രഘുനന്ദനും കൂട്ടരുമാണ് അതിനകത്തേക്ക് കയറിയത്. ആ മുറി ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. ആ മുറികളിൽ പൂട്ടിയിരുന്ന പൂട്ട് പൊളിച്ചാണ് അവർ ആ മുറി തുറന്നത്. ഇപ്പോൾ ആ പൂട്ടുകൾ വീണ്ടും അതേപോലെ പൂട്ടപ്പെട്ട് കിടക്കുകയാണ്. ഇതാരാ ഇപ്പോൾ പുതിയ പൂട്ടിട്ട് പൂട്ടിയത്? അല്ലെങ്കിൽ പഴയ പൂട്ട് ആരാ ഇതിന് റിപ്പയർ ചെയ്തത്? ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമല്ലാത്തതുകൊണ്ട് വീണ്ടും അവർ ആ പൂട്ട് തകർത്തു. ആ വാതിൽ മലർക്കെ തുറന്നു. സായി ആ തുറന്നെടുക്കുന്ന വാതിൽക്കിലേക്ക് നോക്കുമ്പോൾ കൃഷ്ണ സായിയോട് പറഞ്ഞു, സായി ശ്രദ്ധിക്കണേ. സായി അവരെ നോക്കിയിട്ട് ആ മുറിക്കുള്ളിലേക്ക് കാലെടുത്ത് വെച്ചു. അകത്തേക്ക് കിടന്ന സായി ഉറക്കെ വിളിച്ചു, ഏയ് രഘു. രഘുനന്ദനെ അവള് രഘു എന്നാ വിളിക്കുക. രഘു. അവള് 2-3 ആവർത്തി വിളിച്ചിട്ടും ഒരു മറുപടി ഉണ്ടായില്ല. അത് കേട്ടതും അവള് അടുത്ത ആളെ വിളിച്ചു, ഏയ് മാധവ്. ഒരു അനക്കവുമില്ല. 2 പേരെ വിളിച്ചിട്ടും ഒരു അനക്കവുമില്ലാന്ന് കണ്ടതും അവളുടെ കയ്യിലിരുന്ന ടോർച്ച് അകത്തേക്ക് അടിക്കാൻ പോയപ്പോഴാണ് ഇടത് ഭാഗത്ത് കൊളുത്തി വെച്ചിരിക്കുന്ന ഒരു വിളക്ക് അവിടെ ശ്രദ്ധയപ്പെട്ടത്. ഒരു കൈപ്പിടിയുള്ള വിളക്ക് അവിടെ ഇരിപ്പുണ്ട്. ആരാ ഇപ്പോ ഈ മുറിക്കുള്ളിൽ ഒരു വിളക്ക് കൊളുത്തി വെച്ചത്? ആ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും സായിയുടെ മനസ്സിലേക്ക് വന്നു. സായി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് അവളുടെ കയ്യിലിരുന്ന ടോർച്ച് അണച്ച് അവളുടെ പാൻസിന്റെ പോക്കറ്റിലേക്ക് വെച്ചതിന് ശേഷം ആ വിളക്ക് കയ്യിലെടുത്തു. ഒരു കൈ കൊണ്ട് വിളക്ക് പിടിച്ച് സായി പതുക്കെ മുന്നോട്ട് നടന്നു തുടങ്ങി. അവളുടെ ഇടത് കയ്യിലിരിക്കുന്ന ആ വിളക്ക് ഒരു പ്രകാശം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അവൾ ആ വിളക്ക് പതുക്കെ വലത് ഭാഗത്തെ ഇങ്ങനെ നീക്കുമ്പോൾ അവളുടെ കൺകോണിൽ അവളൊരു കാഴ്ച കണ്ടു. ഒരു കഠാര അവൾക്ക് നേരെ പാഞ്ഞു വരുന്ന കാഴ്ചയാണ് അവൾ കണ്ടത്. തികച്ചും അമ്പരപ്പിക്കുന്ന വേഗതയിൽ ചുവരിൽ നിന്ന് ഒരു കഠാര അവളുടെ കണ്ണ് ലക്ഷ്യമാക്കിക്കൊണ്ട് പാഞ്ഞു വരികയാണ്. ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ പെട്ടെന്ന് അവൾ ആ വിളക്കുമായി തിരിഞ്ഞതും ആ വിളക്കിന്റെ പ്രകാശം ആ കഠാരയെ പതിച്ചതും ഒരേ നിമിഷത്തിലാണ്. ആ നിമിഷത്തിൽ ആ കഠാര അങ്ങ് അപ്രത്യക്ഷമായി. ഒരു നിമിഷം സായി സ്തംഭിച്ച് അങ്ങനെ നിന്നു പോവുകയാണ്. എന്താ ഇപ്പൊ സംഭവിച്ചത്? അവളെ കൃത്യമായി കണ്ടതാണ് ഒരു കഠാര പാഞ്ഞു വരുന്നത്. ആ കഠാര എവിടെ പോയി? അങ്ങനെ അവൾ ആലോചിക്കുമ്പോൾ അവൾക്ക് ഒരു കാഴ്ച കൂടി കാണാൻ പറ്റി. അവള് ആ ഇടത് കൺകോണിലൂടെ കണ്ട കാഴ്ച എന്താണെന്ന് അറിയാനായി വിളക്കുമായി തിരിയപ്പോൾ അവരുടെ ചുവരിൽ നേരത്തെ അവള് വിളിച്ച രഘുനന്ദനെ കണ്ടു. രഘുനന്ദന്റെ നെഞ്ചിൽ ഒരു കഠാര കുത്തി ഇറക്കപ്പെട്ടിരിക്കുകയാണ്. ആ കഠാരയുടെ മറുഭാഗം ചുവരിൽ അങ്ങനെ തറച്ചു നിൽക്കുകയാണ്. ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു രംഗം. രഘുനന്ദന്റെ കണ്ണുകൾ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. അവളുടെ നേരെ പാഞ്ഞു വന്നതുപോലെ കഠാര രഘുനന്ദന്റെ നേരെ പാഞ്ഞു വന്നിട്ടുണ്ട്. രഘുനന്ദന്റെ നെഞ്ചിൽ കുത്തിക്കയറിയ കഠാര രഘുനന്ദനെ തറയിന്ന് പോക്കി ചുവരിലേക്ക് തറച്ചു കയറ്റിയിരിക്കുകയാണ്. ശരിക്കും അത്രയും ഫോഴ്സിലായിരിക്കും ആ കഠാര ആരോ എടുത്തെറിഞ്ഞത്. ആ
ധാരണ സായിയുടെ മനസ്സിൽ വരുമ്പോൾ സായി മറ്റൊരു കാഴ്ച കണ്ടു. അവളുടെ തൊട്ടു മുന്നിൽ ഏകദേശം ഒരു 10 അടി മാറി അനവധി പ്രകാശ ബീമുകൾ ചലിക്കുമ്പോഴാണ് അവൾക്ക് തോന്നിയത്. അവൾ എന്താ സംഭവം എന്നറിയാതെ നോക്കുമ്പോൾ അവൾ കാണുന്നത് സോഡ് ലൈറ്റുകളാണ്. വാള് വീശുമ്പോൾ ആ വാളിനൊപ്പമുള്ള പ്രകാശം ചലിക്കുന്ന പോലെ അനവധി പ്രകാശം ക്രിസ് കോസായിട്ട് അവളുടെ നേരെ പാഞ്ഞു വരികയാണ്. തലങ്ങും പാഞ്ഞു വരുന്ന ആ പ്രകാശം കണ്ടതും അവൾ പെട്ടെന്ന് ആ വിളക്കുമായി ഒന്ന് പുറകോട്ട് നീങ്ങാൻ നോക്കിയതും ആ വിളക്കിന്നുള്ള പ്രകാശത്തിൽ ആ പാഞ്ഞു വരുന്ന സോഡ് ലൈറ്റുകൾ ഒന്ന് സ്പർശിച്ചു. ആ നിമിഷത്തിൽ ആ സോഡ് ലൈറ്റുകളും ആ സോഡ് ലൈറ്റുകളുടെ പുറകിലുണ്ടായിരുന്ന സോഡുകളും ആ നിമിഷം തന്നെ അപ്രത്യക്ഷമായി. ശരിക്കും ആ കാഴ്ച സായിയെ തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചത്. പക്ഷെ ആ നിമിഷത്തിൽ സായി ഒരു കാഴ്ച കൂടി കണ്ടു. അവൾ നേരത്തെ വിളിച്ച ആ മാധവ് വലതു ഭാഗത്ത് ചുവന്ന താഴെയായി തറയിൽ കുനിഞ്ഞു നിൽക്കുകയാണ്. തറയിൽ കുനിഞ്ഞു നിൽക്കുന്ന മാധവിന്റെ മുതുകിലൂടെ കടന്നുപോയിരിക്കുന്ന വാള് തറയിൽ കുത്തി നിൽപ്പുണ്ട്. ആ വാളിന്റെ മുകളിലൂടെയാണ് മാധവ് നിൽക്കുന്നത്. ഇപ്പോ കാര്യം വ്യക്തമാണ്. മൂന്നാമത്തെ ആളും അതിനകത്ത് ഇതുപോലെ അവസാനിക്കുകയാണ്. ആ ധാരണ ഉണ്ടായതും സായി പതുക്കെ പുറകോട്ട് സ്റ്റെപ്പ് വെച്ചു. സായി പുറകോട്ട് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അവള് ആ വിളക്ക് കയ്യിലിങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആ വിളക്കിന്റെ പ്രകാശം അവൾക്ക് ചുറ്റും അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ പല ഭാഗത്തുമുള്ള ആയുധങ്ങൾ ഒന്ന് ഇളകി വായുവിൽ നിൽക്കുന്നതായി സായി കണ്ടു. ചുവരിൽ ഉറപ്പിച്ചിരുന്ന കഠാരകളും തൂക്കിയിട്ടിരുന്ന വാളുകളും കുന്തവും ഒക്കെ അങ്ങനെ വായുവിൽ നിൽക്കുകയാണ്. പക്ഷെ അവയ്ക്ക് മുന്നോട്ട് ചലിക്കാൻ പറ്റുന്നില്ല. അവയെ തടസ്സപ്പെടുന്ന എന്തോ ഒന്ന് സായിക്കൊപ്പമുണ്ടെന്ന് വ്യക്തമാക്കുന്ന ശൈലിയിലുള്ള ഒരു ഡിസ്റ്റൻസ് ആ ആയുധങ്ങളും സായി തമ്മിൽ ഇപ്പോൾ ഉണ്ട്. സായി ഏതാനും സ്റ്റെപ്പ് കൂടി പുറകോട്ട് മാറി. ഇപ്പോൾ സായിക്ക് ഒരു കാര്യം ഉറപ്പാണ്. അവളുടെ കയ്യിലുള്ള ആ രക്ഷയാണ് അവളെ രക്ഷിക്കുന്നത്. അവളുടെ കയ്യിൽ അവളുടെ ഡീൻ കൊടുത്ത ആ രുദ്രാക്ഷ കൊണ്ടുള്ള ആ ബ്രേസ്ലെറ്റ് ഉണ്ട്. അതാണ് അവളെ രക്ഷിക്കുന്നത്. ആ ഒരു ചിന്തയോടുകൂടി സായി പതുക്കെ പുറകോട്ട് നടക്കുകയാണ്. അപ്പോഴും അവളുടെ കയ്യിൽ ആ വിളക്കുണ്ട്. സായി പുറകോട്ട് നടന്ന് ആ വാതിലിന്റെ അടുത്തേക്ക് എത്താറായതും പെട്ടെന്ന് അവള് എന്തോ ആലോചിച്ച പോലെ ആ വിളക്ക് അവിടെ ഇടതുവശത്ത് വെച്ചിട്ട് അതിവേഗം വാതിലിന്റെ പുറത്തേക്കിറങ്ങിയ സായിയെ കണ്ടതും ആ ടീം ഓടി സായിയുടെ അടുത്തേക്ക് വന്നു. സായി എന്താ അവരെ കണ്ടോ? അകത്ത് കണ്ട കാഴ്ചകൾ സായി അവരോട് പറഞ്ഞു. ആ കാര്യം കേട്ടതും അവർക്കൊക്കെ വല്ലാത്തൊരു അതിശയം. ശരിക്കും എന്താണ് ആ അറകൾക്കുള്ളിൽ സംഭവിക്കുന്നത്? ആ ടീം സായിയുടെ നേതൃത്വത്തിൽ ഒരു സ്ഥലത്ത് ഇരിപ്പുറപ്പിച്ചു. അവര് ചർച്ച ചെയ്തു തുടങ്ങി. സായി ശരിക്കും എന്താ സംഭവിച്ചത്? അങ്ങനെ ചോദിച്ചതും സായി സരോജിനോട് ചോദിച്ചു, സരോജ് നീ കുതിരയല്ലേ കണ്ടത്? അതെ, ഞാൻ കുതിരയാണ് കണ്ടത്. സരോജ് കണ്ടത് കുതിരയാണ്. കൃഷ്ണ നീ കണ്ടതോ? ഞാൻ നരസിംഹത്തെ കണ്ടത്. വിസ്മയ നീ കണ്ടതോ? ഞാൻ കണ്ടത് പാമ്പുകളെയാണ്. ആ 3 പേരും പറഞ്ഞ ഉത്തരം നേരത്തെ സായിയും കൂടുതലുള്ളവരും കേട്ടതാണ്. സായി കയറിയ മുറിയിലാണെങ്കിൽ ആയുധങ്ങളാണ് ഉള്ളത്. എന്തോ ഒരു സൂത്രവാക്യം ഈ പറയുന്ന സംഭവങ്ങളുമായി കണക്ട് ചെയ്തുണ്ട്. എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം? പെട്ടെന്ന് എന്തോ ആലോചിച്ചതുപോലെ സായി കൃഷ്ണയോട് ചോദിച്ചു, കൃഷ്ണ നിന്റെ നാളെന്താണ്? എന്റെ നാള് ചോദ്യാണ്. വിസ്മയ നിന്നതാ? എന്റേത് ആയില്യം. ഏയ് സരോജ് നിന്റെ നാൾ അശ്വതിയല്ലേ? അതെ സായി, അതെങ്ങനെ മനസ്സിലായി? ഏയ് എനിക്കിപ്പോ കാര്യം മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ കയറിയത് നിങ്ങളുടെ തന്നെ നാടുകളുള്ള സ്ഥലത്താണ്. സായി നീ എന്താ പറഞ്ഞു വരുന്നത്? സരോജ് അശ്വതി നക്ഷത്രവും കുതിരയും തമ്മിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നീ കുതിരയെ അവിടെ കണ്ടത്. നിന്നെ ആ കുതിര ആക്രമിക്കാത്തതിന്റെ കാരണം നീ അശ്വതി നക്ഷത്രമായതുകൊണ്ടാണ്. വിസ്മയ നീ ആയില്യ നക്ഷത്രമായതുകൊണ്ടാണ് പാമ്പുകൾ നിന്നെ ആക്രമിക്കാത്തത്. കൃഷ്ണ നീ ചോദ്യ നക്ഷത്രമായതുകൊണ്ടാണ് നരസിംഹം നിന്നെ ആക്രമിക്കാത്തത്. ചോദ്യ നക്ഷത്രവും നരസിംഹവും തമ്മിൽ കണക്റ്റഡാണ്. ആയില്യവും പാമ്പുകൾ തമ്മിൽ കണക്റ്റഡാണ്. സായി അതെങ്ങനെ ശരിയാവും? നീ കയറിയിടത്ത് കണ്ടത് ആയുധങ്ങളാണ്. ആയുധങ്ങൾ കാർത്തിക നക്ഷത്രവും തമ്മിൽ ബന്ധമുള്ളത്. നീ ജനിച്ചത് വിശാഖത്തിലല്ലേ? നീ പറയുന്ന ലോജിക്ക് അനുസരിച്ചാണെങ്കിൽ കാർത്തിക നക്ഷത്രക്കാരി അല്ലാത്ത നീ അകത്ത് കൊല്ലപ്പെടേണ്ടതല്ലേ? വളരെ യുക്തിഭദ്രമായ ചോദ്യമാണ് ഈ സമയത്ത് കൃഷ്ണയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ ഈ രക്ഷ എന്നെ രക്ഷിച്ചതാകുമെന്ന്. ആ ഡീൻ കൊടുത്ത ആ രക്ഷ, അതിലാണ് സായിയുടെ പൂർണ്ണ ശ്രദ്ധ. സായി നീ പറയുന്നത് എനിക്കങ്ങോട്ട് ലോജിക്കലായി തോന്നുന്നില്ല. സായി നീ പറ, അകത്ത് എന്തൊക്കെയാ സംഭവിച്ചത്? സായി അകത്ത് നടന്ന കാര്യങ്ങളൊക്കെ അവരോട് വിശദമാക്കിയതും വിസ്മയ ചിരിച്ചുകൊണ്ട് സായിയോട് പറഞ്ഞു, സായി എനിക്ക് കാര്യം മനസ്സിലായി. നീ വിളക്കെടുത്തായിരുന്നല്ലേ? ആ വിളക്കിലെ പ്രകാശം അതാണ് സായി നിന്നെ രക്ഷിച്ചത്. വിസ്മയ ആസ്ട്രോളജി പഠിച്ച് എന്നോടാണോ നീ ഇതൊക്കെ പറയുന്നത്? നോക്ക് സായി, നീ ആസ്ട്രോളജി ഗവേഷക വിദ്യാർത്ഥിയാണ്, അതൊക്കെ എനിക്കറിയാം. കാർത്തിക നക്ഷത്രങ്ങളും ആയുധങ്ങളുമായി ബന്ധമുണ്ട്.
പക്ഷെ കാർത്തിക നക്ഷത്രത്തിന് അഗ്നിയുമായി മറ്റൊരു കണക്ഷൻ ഉണ്ട്. ആ അഗ്നിയിൽ സകല ആയുധങ്ങളും നശിക്കും. അതാണ് അതിന്റെ കണക്ഷൻ. എന്ന് പറഞ്ഞാൽ ആയില്യ നക്ഷത്രത്തിലെ പാമ്പിനെ നശിപ്പിക്കാൻ വെള്ളം മതി. അതുപോലെ നരസിംഹമൂർത്തിയെ ഇല്ലാതാക്കാൻ ശരിക്കും കാറ്റിന് പറ്റുമായിരുന്നു. ചോദ്യ നക്ഷത്രത്തിലെ കൃഷ്ണയ്ക്ക് കാറ്റ് സംഘടിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അകത്ത് നരസിംഹമൂർത്തിയുടെ ആക്രമണത്തിൽ നിന്ന് കൂടുതലുള്ള ആളുകളെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. വിസ്മയ അവളുടെ അറിവ് പങ്കുവച്ചപ്പോൾ സായിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. കാരണം സായിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് വിസ്മയ പറയുന്നത്. വിസ്മയ, അങ്ങനെയാണെങ്കിൽ ആ മഞ്ഞ പുഷ്യരാഗം ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു മാർഗം തെളിയുകയാണ്. ഇവിടെ 27 മുറികളല്ലേ ഉള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? 27 നക്ഷത്രങ്ങളാണ് ആ 27 മുറികളെയും പ്രതിനിധീകരിക്കുന്നതല്ലേ. നമുക്കറിയാം മഞ്ഞ പുഷ്യരാഗം ബുദ്ധ ഭഗവാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് എവിടെയാകും ഉണ്ടാവുക? പെട്ടെന്ന് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, സംശയിക്കാൻ എന്തിരിക്കുന്നു? വിശാഖ നക്ഷത്രത്തിൽ. അതെ, വിശാഖ നക്ഷത്രം ഏത് മുറിയിലാണെന്ന് കണ്ടെത്തിയാൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശാഖ നക്ഷത്രത്തിന്റെ മുറി അത് ഏതെന്ന് കണ്ടുപിടിക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. സായി പറഞ്ഞ ആ വാചികം എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി. പക്ഷേ ഈ മുറി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അപകടമുണ്ട്. ഇപ്പോ സായിയുടെ കയ്യിലുള്ള രക്ഷയാണ് സായിയെ രക്ഷിച്ചതെന്നാണ് സായി ആദ്യം ധരിച്ചത്. പക്ഷേ ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും കാര്യം അറിയാം, അതല്ല രക്ഷിച്ചത്, ആ വിളക്കാണ് രക്ഷിച്ചത്. അവർ ചെല്ലുന്ന മുറിയിൽ അതുപോലെ രക്ഷയായി സാധനങ്ങൾ ഇല്ലെങ്കിലും ആയില്യ നക്ഷത്രത്തിന്റെ ആ മുറിയിൽ വെള്ളം ഉണ്ടായിരുന്നു എന്ന് കൃത്യമായും വിസ്മയക്ക് ഓർമ്മയില്ല. അതുപോലെ ചോദ്യ നക്ഷത്രത്തിന്റെ ആ മുറിയിൽ കാറ്റ് സൃഷ്ടിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കൃഷ്ണയ്ക്കും അതറിയില്ല. അതുപോലെ തന്നെയാണ് അശ്വതി നക്ഷത്രത്തിന്റെ ആ കുതിരയുടെ മുറി. കുതിരയ്ക്ക് എതിര് മണ്ണാണ്. അവിടെ മണ്ണ് വാരി ആ കുതിര രൂപത്തിലേക്ക് ഇട്ടിരുന്നെങ്കിൽ കുതിരകൾ അടങ്ങിയനെ. മണ്ണ് അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സരോജിന് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. സരോജ് കണ്ടില്ല. ആ സമയത്ത് അതായിരുന്നില്ലല്ലോ സരോജിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഏത് മുറിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തി തുറക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുന്ന കാര്യമാണ്. മറ്റെന്തെങ്കിലും മാർഗം ആലോചിക്കണം. അങ്ങനെ പറഞ്ഞതും സായി അവളുടെ ആ പാൻസിന്റെ പോക്കറ്റിൽ അവളിട്ട ടോർച്ച് പുറത്തെടുത്തു. അവൾ ആ ടോർച്ചുമായി വിസ്മയ കയറിയ മുറിയുടെ അടുത്തെത്തി. ഇപ്പോൾ ആ വാതില് അടഞ്ഞു കിടക്കുകയാണ്. ആ വാതിലിലേക്ക് അവൾ ആ ടോർച്ച് അടിച്ചു. സായിക്കൊപ്പം എത്തിയ എല്ലാവരും കൗതുകത്തോടെ സായി ആ ലൈറ്റ് അടിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. ആ വാതിലിൽ ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ട്. ആ പ്രകാശം ആ വാതിലിലേക്ക് വീണപ്പോൾ അവർ ആ കാഴ്ച കാണുകയാണ്. പരസ്പരം ചുറ്റുപിണഞ്ഞു കിടക്കുന്ന 5 പാമ്പുകൾ ചേർന്ന് ഒരു വൃത്തം. അത് ശരിക്കും ആയില്യ നക്ഷത്രത്തിന്റെ ഹൈഡ്ര എന്ന രൂപമാണ്. സായിയുടെ പുറകെ നിൽക്കുന്ന ആ 6 പേരും ആ കാഴ്ചയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സായി അവരോട് പറഞ്ഞു, ഇത് കണ്ട ഈ രൂപം, ഇത് ആയില്യ നക്ഷത്രത്തിന്റെ രൂപമാണ്. ഇതുപോലെ ഓരോ വാതിലിലും നമ്മൾ ഈ ടോർച്ച് അടിച്ചാൽ അവിടെ പ്രകാശം ആ രൂപത്തെ നമുക്ക് കാണിച്ചു തരും. ആ രൂപം നോക്കി നമുക്ക് വിശാഖം കണ്ടുപിടിക്കും. ആ 6 പേർക്കും ഈ നക്ഷത്രങ്ങളുടെ രൂപങ്ങൾ ഏതാണെന്നൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവർ ഓരോരുത്തരും തുടർന്ന് അതിവേഗത്തിൽ ഓരോ വാതിലുകളായി ആ ടോർച്ച് അടിക്കുമ്പോൾ സായി അവസാനം അവിടെ എത്തി. വിശാഖം നക്ഷത്രത്തിന്റെ ആ വാതിൽക്കൽ. ശരിക്കും ആ ടോർച്ച് വാതിലിലേക്ക് അടിക്കുമ്പോൾ വാതിലിലെ ആ ദൂരങ്ങളിലൂടെ മനോഹരമായ 2 ത്രാസ് നമുക്ക് കാണാൻ പറ്റുകയാണ്. 2 ത്രാസും അതിങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു ശൈലിയിലുള്ള ചിത്രം. ആകാശത്ത് വിശാഖ നക്ഷത്രം അങ്ങനെയാണ് കാണുക. അത് കണ്ടതും അവള് കൂട്ടുകാരോട് പറഞ്ഞു, ഇതാണ് വിശാഖം നക്ഷത്രത്തിന്റെ മുറി. ഈ മുറിയിലേക്കാണ് നമുക്ക് കടക്കേണ്ടത്. അത് കേട്ടതും ആ 6 പേരും സായിയോട് പറഞ്ഞു, സായി, ഇനി നിനക്കാണ് ചുമതല. ഞങ്ങളുടെ ഡ്യൂട്ടി ഇവിടെ അവസാനിക്കുകയാണ്. വിശാഖ നക്ഷത്രത്തിൽ ആ രത്നമിരിക്കുന്ന മുറിയിലേക്ക് കടക്കേണ്ടത് ഒരേ ഒരാളാണ്, അത് സായിയാണ്. ആ കാര്യം ആ 6 പേരും സായിയോട് പറഞ്ഞതും സായി അല്പനേരം നിശബ്ദമായി അവിടെ നിന്ന് ഒരു ദീർഘ നിശ്വാസമെടുത്തു. വിശാഖ നക്ഷത്രക്കാരിയായ സായിക്ക് ആ മുറിയിൽ അപകടം ഉണ്ടാകില്ല എന്ന് അവർക്കെല്ലാവർക്കും ഇപ്പോൾ അറിയാം. സായി ആ മുറിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവൾ കാണുന്നത് അതിവിശാലമായ ഒരു കുളമാണ്. മറ്റു മുറികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച. ആ കുളത്തിലേക്ക് അവളെ നയിക്കാനായി പടിക്കെട്ടുകളുണ്ട്. ആ പടിക്കെട്ടിറങ്ങി അവൾ ആ കുളത്തിൻ്റെ അടുത്തെത്തി. ശരിക്കും ആ പടിക്കെട്ടിൽ ചേർന്ന് വെള്ളം അങ്ങനെ കിടക്കുകയാണ്. ആ വെള്ളത്തിൻ്റെ അക്കരയായി ആ മഞ്ഞ പുഷ്യരാഗമുണ്ട്. ഇക്കരെ നിൽക്കുമ്പോഴേ ആ കാഴ്ച കാണാം. ഒരു വലിയ പാറയ്ക്ക് മുകളിൽ തടി കൊണ്ടുണ്ടാക്കിയ ഒരു ബേസ്മെന്റ്, അതിന് മുകളിൽ ഒരു സ്ഫടികത്തിനകത്തായിട്ടാണ് ആ മഞ്ഞ പുഷ്യരാഗം കാണുന്നത്. ഏകദേശം ഒരു 25-30 അടി ദൂര വ്യത്യാസമുണ്ട് സായി നിൽക്കുന്ന സ്ഥലവും ആ മഞ്ഞ പുഷ്യരാഗം ഇരിക്കുന്ന സ്ഥലവും തമ്മിൽ. സായിക്കും ആ സ്ഥലത്തിനുമിടയിൽ വെള്ളം മാത്രമേ ഉള്ളൂ. ആ വെള്ളം കടന്നാണ് സായി അവിടെ എത്തേണ്ടത്. സായി ആ വെള്ളത്തിലിറങ്ങി നടന്നോ നീന്തിയോ അക്കരെ എത്തണം.
അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സൈ മറ്റൊരു കാഴ്ച കണ്ടു. വെള്ളത്തിൽ ഒരു കല്ല് പൊങ്ങിക്കിടക്കുകയാണ്. അവൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒന്നല്ല, അനവധി കല്ലുകൾ പൊങ്ങിക്കിടപ്പുണ്ട്. സൈ നടന്ന് അവസാന സ്റ്റെപ്പിലെത്തി. ഇപ്പൊ ആ കുളത്തിൽ കല്ലുകൾ കിടക്കുകയാണ്. കല്ല് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും അസംഭവ്യമാണ്. പക്ഷെ ഇവിടെ സൈക്ക് കാണാം കല്ല് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത്. വലിയ കരിങ്കൽ പാളികളാണ്. പക്ഷെ ആ കരിങ്കൽ പാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പെട്ടെന്ന് സായിക്ക് തോന്നി. ആ കരിങ്കൽ പാളികളിൽ എന്തൊക്കെയോ കുറിച്ചിരിക്കുകയാണ്. സൈ ആ കുറിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. അവളുടെ തൊട്ടു മുന്നിൽ 4 കല്ലുകളുണ്ട്. 4-ൽ ഏതിലെങ്കിലും ഒന്നിലേ കാല് വെക്കാൻ പറ്റും. അതിൽ ഏതിലാ വെക്കേണ്ടത്? അവള് ആ കല്ലുകളുടെ മുകളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു. ശരിയായ കാഴ്ച എന്നാണ്. ബുധന്റെ പ്രധാനപ്പെട്ട ടീച്ചിങ്സ് ഒക്കെയാണ് ആ കല്ലുകളുള്ളത്. ശരിയായ കാഴ്ച എന്ന് പറയുന്നതും ബുധന്റെ പ്രധാനപ്പെട്ട ടീച്ചിങ്ങിന്റെ ഭാഗമാണ്. സൈ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ആ പടിയിൽ നിന്ന് ആ കല്ലിലേക്ക് കാലെടുത്ത് വെച്ചു. അവൾ ആ പടിയിലേക്ക് കാലെടുത്ത് വെച്ചതും അവളുടെ ഇടതുവശത്തുണ്ടായിരുന്ന 3 കല്ലുകൾ വെള്ളത്തിലേക്ക് താന്നതും ഒരേ നിമിഷത്തിലാണ്. ഇപ്പൊ അവൾക്ക് മനസ്സിലായി, അവൾ കാലെടുത്ത് വെക്കുന്ന കല്ല് തെറ്റാണെങ്കിൽ അവളും കൂടി വെള്ളത്തിനടിയിലേക്ക് പോകും. ശരിയായ കാഴ്ച, അതിലാണ് അവള് ഇപ്പൊ നിൽക്കുന്നത്. അടുത്ത കല്ലുകളുടെ കൂട്ടത്തിൽ അവൾ കണ്ട ഒരു കല്ലിൽ ശരിയായ ഉദ്ദേശം എന്നാണ് എഴുതിയിരുന്നത്. അത് കണ്ടതും രണ്ടാമതൊന്നും ആലോചിക്കാതെ സൈ ആ കല്ലിന്റെ മുകളിലേക്ക് കയറി. സൈ ആ കല്ലിന്റെ മുകളിലേക്ക് കയറിയതും ബാക്കി കല്ലുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളത്തിനടിയിലേക്ക് താഴുകയാണ്. അവളുടെ രണ്ടാമത്തെ തീരുമാനവും ശരിയാണ്. മൂന്നാമത്തത് ശരിയായ ലക്ഷ്യമായിരുന്നു, അതും താന്നില്ല. 4-മതായി ശരിയായ പ്രവൃത്തി, അതും താണില്ല. 5-മതായി ശരിയായ സംസാരം അല്ലെങ്കിൽ ശരിയായ വാക്കുകൾ, അതിലേക്ക് കയറിയപ്പോഴും ആ കല്ല് താന്നില്ല. 6-മത്തെ കല്ല് ശരിയായ ശ്രദ്ധ എന്നുള്ളതാണ്, അതും അവൾ വിജയിച്ചു. 7-മത്തതിൽ ശരിയായ ജീവിതം എന്നായിരുന്നു. അവസാനത്തെ കല്ല് ശരിയായ പരിശ്രമം എന്നുള്ളതാണ്. അവള് ആ കല്ലിലേക്ക് കടന്നതും ആ കല്ല് പതുക്കെ മുന്നോട്ട് നീങ്ങി അവസാനത്തെ പടിയിലേക്ക് അവളെ എത്തിച്ചു. അവൾ ആ പടിയിലേക്ക് കാലെടുത്ത് വെച്ചതും പുറകിൽ ആ കുളമേയില്ല. ശരിക്കും നിരപ്പായി കിടക്കുന്ന ഒരു പ്രദേശം. അവിടെ അങ്ങനെ ഒരു കുളം ഉണ്ടായിരുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. തൻ്റെ മനസ്സിന്റെ തോന്നലായിരിക്കും അതെല്ലാം എന്ന് വിശ്വസിച്ചുകൊണ്ട് സൈ നടന്ന് ആ പാറയുടെ അടുത്തെത്തി. പാറയുടെ മുകളിലായി തടി കൊണ്ട് ഒരു സിസ്റ്റം അവിടെ കെട്ടിയിട്ടുണ്ട്. ശരിക്കും നമ്പർ ലോക്കുകൾ പിടിപ്പിച്ചിരിക്കുന്ന ഒരു സംഭവമാണെന്ന് പറയാം. അതിന്റെ മുകളിലായി ഒരു സ്ഫടികം കൊണ്ടുള്ള ഒരു പാത്രം പോലെ വെച്ചിട്ടുണ്ട്. അതിനകത്തായിട്ടാണ് ആ മഞ്ഞ പുഷ്യരാഗം ഇരിക്കുന്നത്. മഞ്ഞ പുഷ്യരാഗം എടുക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആ പൂട്ടുകൾ തുറക്കണം. ഒരു നമ്പർ ലോക്കാൽ കണക്ട് ആയിരിക്കുന്ന ആ പൂട്ടുകൾ തുറന്നാൽ ഉറപ്പായിട്ടും ആ മഞ്ഞ പുഷ്യരാഗം എടുക്കാം. ആ നമ്പർ ലോക്ക് തുറക്കാനായി 4 സൂചനകൾ അവിടെ കൊടുത്തിട്ടുമുണ്ട്. 1-മത്തതിൽ ഒരു നദി ഒഴുകി വരുന്ന ചിത്രമാണ് ഉള്ളത്. 2-മത്തതിൽ കുറെ രത്നങ്ങളുടെ ചിത്രമാണ്. 3-മത്തതിൽ കുറെ പടിക്കെട്ടുകളുടെ ചിത്രമാണ്. 4-മത്തതിൽ മത്സ്യം, കൂർമ്മം, വരാഹം അങ്ങനെയുള്ള അവതാര ചിത്രമാണ്. ആ 4 ചിത്രങ്ങളുമാണ് ശരിക്കും ആ നമ്പർ ലോക്കുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സംഭവം. അക്കാര്യത്തിൽ സായിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ആ 4 ചിത്രങ്ങളും നമ്പർ ലോക്കും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യും? സായി ആ ചിത്രങ്ങൾ വീണ്ടും വീണ്ടും നോക്കുകയാണ്. 1-മത്തെ ചിത്രം നദിയാണെങ്കിൽ 2-മത്തത് രത്നമാണ്, 3-മത്തത് പടികളാണ്, 4-മത്തത് ആ അവതാരങ്ങളുമാണ്. ഇതെങ്ങനെ കണക്ട് ചെയ്യും? സായി അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവളുടെ അമ്മ പറഞ്ഞ ഒരു വാചകം അവളുടെ മനസ്സിലേക്ക് വന്നു. സായി, നിന്റെ പേരിട്ടത് നിന്റെ മുത്തശ്ശനാണ്. നിന്റെ പേര് നിന്നെ രക്ഷിക്കുമെന്ന് മുത്തശ്ശൻ ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പെട്ടെന്നാണ് ആ വാചകം സായിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നത്. അവൾ പെട്ടെന്ന് അവളുടെ പേരിനെ കുറിച്ച് ആലോചിച്ചു. സത് ബ്രന്ഥ, അതാണ് അവളുടെ പേര്. സത് ബ്രന്ഥ അതെന്തിനാ അർത്ഥമാക്കുന്നത്? സത്ത് സത്ലജ്, ബ്ര ബ്രഹ്മപുത്ര, ഇന്ദ സിന്ധു, 3 നദികൾ. ആ 3 നദികളും ടിബറ്റുമായി കണക്റ്റഡ് ആണ്. ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന 3 നദികളുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് തൻ്റെ പേര് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ 3 നദികൾ. അപ്പോൾ ആദ്യത്തെ കോഡ് 3 ആയിരിക്കും. 2-മത്തത് രത്നങ്ങളാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ സത്പ്രതയ്ക്ക് ഒരു കാര്യം ഓർമ്മയുണ്ട്. ശരിക്കും ആ മഞ്ഞ പുഷ്യരാഗവും ടിബറ്റൻ രാജാവുമായി കണക്റ്റഡ് ആണ്. ആ ടിബറ്റൻ രാജാവ് ബുദ്ധമത പ്രചാരണാർത്ഥം ഭാരതത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് അദ്ദേഹം രക്ഷപ്പെട്ടത് സൂര്യവംശി കുടുംബവുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ ഇടപെടൽ കൊണ്ടാണ്. വൻതോതിൽ അന്ന് സേനയുമായി ആ ടിബറ്റൻ ചക്രവർത്തിയെ എതിരിട്ട ആളുകളെ സൂര്യവംശി രാജകുടുംബത്തിലെ ആളുകൾ ജീവൻ കൊടുത്താണ് തടുത്തത്. ആ ത്യാഗത്തിന് പ്രതിഫലം എന്ന നിലയിൽ ടിബറ്റൻ രാജാവ് സൂര്യവംശി കുടുംബത്തിന് ആ രത്നം ഹാൻഡ് ഓവർ ചെയ്തതാണ്.
സോങ്സെങ് ഗ്യാംബോ എന്ന ടിബറ്റൻ രാജാവാണ് ആ രത്നം സൂര്യവംശി കുടുംബത്തിന് കൊടുത്തത്. ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പാണ്. തലമുറകൾ കൈമാറിയാണ് ആ രത്നം ഇപ്പോൾ സൂര്യവംശി കുടുംബത്തിലെ ഈ കൊട്ടാരത്തിന്റെ ഇവിടെ ഈ പാറപ്പുറത്തുള്ള ആ സ്ഫടികത്തിനകത്ത് ഇരിക്കുന്നത്. ഈ കഥകളൊക്കെ സായിക്ക് അറിയാം. സായി അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് അടുത്ത ചിത്രത്തിലേക്ക് അവിടെ ശ്രദ്ധ വന്നത്. അവിടെ കാണുന്ന ചിത്രം നവരത്നങ്ങളുടെ ചിത്രമാണ്. 9 രത്നങ്ങളാണ് അവിടെ ഉള്ളതെന്ന് മനസ്സിലായതും സായിയുടെ ചൂണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ അന്വേഷിക്കുന്ന ആ മഞ്ഞ പുഷ്പരാഗം നവരത്നങ്ങളിൽ 5ാം സ്ഥാനത്തുള്ളതാണ്. അപ്പോൾ 2 നമ്പർ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. 3 പിന്നെ 5. ആ രണ്ടും ശരിയായ ഉത്തരമായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയതും സായിക്ക് വല്ലാത്തൊരു ആവേശമുണ്ടായി. അടുത്ത പടികളാണ്, കുറേ പടികളുണ്ട്. ആ പടികളിലേക്ക് സസൂക്ഷ്മം നോക്കിയ സായിയുടെ മനസ്സിൽ ബുദ്ധൻ 7 പടികൾ കയറിയാണ് ശരിക്കും സർവജ്ഞ പീഠത്തിലെത്തിയ ആ സംഭവം ഉണ്ടായത്. ആ വിജ്ഞാനത്തിലേക്ക് എത്തിയത് 7 പടികൾ കടന്നാണെന്ന് ബുദ്ധന്റെ ചരിത്രത്തിൽ പറയുന്ന കാര്യമാണ്. ആ 7 പടികളാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 3ാമത്തെ നമ്പർ 7ആണ്. അവസാനത്തത് അവിടെ കാണുന്ന ചിത്രങ്ങളാണ്. ഒരു മീനിന്റെ ചിത്രം, ഒരു ആമയുടെ ചിത്രം, പിന്നെ ഉള്ളത് ഒരു പന്നിയുടെ ചിത്രം, പിന്നെ ചില കുത്തുകളാണ് ഉള്ളത്. ആ ചിത്രങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കിയ സായിക്ക് പെട്ടെന്നാണ് ഒരു ചിന്ത ഉണ്ടാകുന്നത്. ആദ്യത്തത് മത്സ്യം, രണ്ടാമത്തത് ആമ, മൂന്നാമത്തെ പന്നി. മത്സ്യം, ആമ മീൻസ് കൂർമ്മം, പന്നി മീൻസ് വരാഹം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം അങ്ങനെ പോകുന്ന അവതാരമാണ്. അപ്പോ ദശാവതാരമാണ് അവിടെ കാണുന്നത്. ബുദ്ധനെ മഹാവിഷ്ണുവിന്റെ 9ാം അവതാരമായി കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവൾക്ക് കിട്ടിയിരിക്കുന്ന നമ്പറുകൾ 3, 5, 7, 9 എന്നാണ്. അവിടെ ഒരു നോബുണ്ട്. ആ നോബിന്റെ തൊട്ടു മുകളിലായി ഒരു നിർദ്ദേശമുണ്ട്. ഇടതു ഭാഗത്തേക്കും വലതു ഭാഗത്തേക്കും തിരിക്കുക. എത്ര വെച്ച് തിരിക്കണമെന്നുള്ള നിർദ്ദേശം മാത്രമില്ല. സായി മനസ്സിൽ അവളുടെ മുത്തശ്ശനെയും അവളുടെ അച്ഛനെയും അമ്മയും മുത്തശ്ശിയൊക്കെ ധ്യാനിച്ചിട്ട് ബുദ്ധഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ നോബിൽ നിന്ന് പിടിച്ച് ഇടതു ഭാഗത്തേക്ക് 3 തവണ തിരിച്ചു. അതിനുശേഷം വലതു ഭാഗത്തേക്ക് 5 തവണ, തുടർന്ന് വീണ്ടും ഇടതു വശത്തേക്ക് 7 തവണ, വലതു ഭാഗത്തേക്ക് 9 തവണ. അത്രയും തുറന്നതും ക്ലിക്ക് എന്ന ശബ്ദം അവൾ കേട്ടു. ആ തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആ പെട്ടി ക്ലിക്ക് 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 എന്ന ശബ്ദത്തോടു കൂടി പതുക്കെ അടർന്നു മാറുകയാണ്. അതങ്ങനെ അടർന്നു മാറിയതും ആ സ്ഫടികം കൊണ്ടുണ്ടാക്കപ്പെട്ട ആ മേൽക്കൂര എടുക്കാൻ കഴിയുന്ന ശൈലിയിലേക്ക് ആ സ്ഫടികം അതിൽ നിന്ന് ഇളകി. അത് കണ്ടതും സായി ആ മേൽക്കൂര എടുത്തു മാറ്റി. ഇപ്പൊ ഇതാ അവളുടെ തൊട്ടു മുന്നിൽ ആ മഞ്ഞ പുഷ്പരാഗം ഇരിക്കുകയാണ്. അവള് ആ മഞ്ഞ പുഷ്പരാഗത്തെ ഒന്ന് തൊഴുതു. അതിനുശേഷം അവള് കൈകൊണ്ട് പതുക്കാൻ്റെ പുറത്തു വിട്ടു. ഒരുപാട് ആളുകൾ തുടരണമെന്ന് ആഗ്രഹിച്ച ആ മഞ്ഞ വൈഡൂര്യം അവള് കയ്യിലേക്ക് എടുത്തു. അത് കയ്യിലേക്കെടുത്ത അവൾ ആ ചുറ്റും ഒന്ന് വണങ്ങിയിട്ട് തിരിച്ച് അവൾ വന്ന വഴിയിലൂടെ, നേരത്തെ കുളമായിരുന്ന ആ വഴിയിലൂടെ നടന്ന് ആ വാതിൽ വഴി പുറത്തിറങ്ങുമ്പോൾ അവളെ കാത്തു നിൽക്കുകയാണ് അവളുടെ ആ 6 കസിൻസും. അവര് ആ കാഴ്ച കണ്ടു. ശരിക്കും കയ്യിൽ വൈഡൂര്യമായി നടന്നു വരുന്ന സാക്ഷാൽ സദ് വൃന്ദ എന്ന സായി. എന്തു പറയണമെന്നറിയാത്ത ഒരു മുഖഭാവത്തിൽ ആ 6 പേരും നിശ്ചലരായി സായി തന്നെ നോക്കി നിൽക്കുകയാണ്. അവരുടെ കണ്ണുകളിലൂടെ ഇങ്ങനെ കണ്ണുനീർ ധാരധാരായി ഒഴുകുന്നുണ്ട്. ഒരുപാട് നാളുകളായി അവരൊക്കെ സ്വപ്നം കണ്ടിരുന്ന ആ നിമിഷമാണ് ഇതാ സമാഗതമായിരിക്കുന്നത്. ആ ടീം അതിവേഗം അവിടെ നിന്ന് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ നടന്ന് പ്രധാന വാതിലിലെത്തി. അവര് ആ പ്രധാന വാതിലിനടുത്തെത്തിയതും സായി തന്റെ കൂടുള്ള കസിൻസിനെ മുന്നിൽ നടത്തിച്ചു. ഈ സമയത്ത് ആ വാതിലിന് പുറത്ത് തൊഴു കൈകോട് നിൽക്കുകയാണ് ആ 10,000-കണക്കിന് ആളുകൾ. അവരങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ആ വാതിൽ വഴി പുറത്തേക്ക് ആദ്യം ഇറങ്ങിയത് വിസ്മയാണ്. വിസ്മയുടെ തൊട്ടുപുറകെ സനോജും തുടർന്ന് മറ്റുള്ളവരും അങ്ങനെ ഇറങ്ങിയാണ്. 6ാമതായി ഇറങ്ങിയത് കൃഷ്ണയാണ്. കൃഷ്ണയും പുറത്തിറങ്ങിയതും ആ പുറത്തിറങ്ങിയ 6 പേരും ഇരുഭാഗത്തുമായി അണിനിരുന്നു. 6 പേർക്ക് ശേഷം പുറത്തേക്ക് ആ രത്നവുമായി വന്നത് സാക്ഷാൽ സായിയാണ്. സായി ആ 6 പേർക്കും നടുവിലൂടെ നടന്ന് മുന്നോട്ട് വരുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ആർപ്പുവിളി ഉയരുകയാണ്. ഇരുഭാഗത്തുമായി 10,000-കണക്കിന് ആളുകൾ അണിനിരന്ന് നിൽക്കുമ്പോൾ ആ പുഷ്പരാഗവുമായി അവൾ അവളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നടക്കുകയാണ്. അവളെ കാത്ത് ആ ബുദ്ധക്ഷേത്രത്തിൽ സകല പൂജാരിമാരും നിൽപ്പുണ്ട്. ആ മഞ്ഞ പുഷ്പരാഗവുമായി അവള് നടന്നെത്തി അവിടെ ആ തുറസായ പീഠത്തിന്റെ മുകളിലേക്ക് ആ പുഷ്പരാഗം വെച്ചു. ആ പുഷ്പരാഗം വെക്കുന്ന സ്ഥലത്ത് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ആ പുഷ്പരാഗം വെച്ചാൽ അവിടെയുള്ള മുഴുവൻ പുരുഷാരവത്തിനും ആ പുഷ്പരാഗത്തെ കാണാൻ പറ്റും. അവളങ്ങനെ ആ പുഷ്പരാഗം വെച്ച് 2 സ്റ്റെപ്പ് പുറകോട്ട് മാറി നിന്നതിന് ശേഷം ആ പുഷ്പരാഗത്തെ നോക്കി തൊഴുതതും മണി അടിക്കുന്ന ശബ്ദം അവിടെ മുഴങ്ങുകയാണ്. ബുദ്ധന്റെ ആ രത്നം അവിടെ എത്തിയാൽ മാത്രം അടിക്കുന്ന ആ മണി ആ ക്ഷേത്രത്തിൽ ആവർത്തിച്ച് അടിക്കുകയാണ്.
ആ ശബ്ദം കേട്ട് ആ മുഴുവൻ ആളുകളും ഒരുമിച്ച് പാടുകയാണ്, ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി. ബുദ്ധനെ ഓർമ്മിപ്പിക്കുന്ന പ്രസിദ്ധമായ ആ വരികൾ അവിടെ ഒരേ താളത്തിൽ ഒരേ ലയത്തിൽ അങ്ങനെ ആവർത്തിച്ച് കേൾക്കുമ്പോൾ അവിടെ ആ ചടങ്ങുകൾ അതിവേഗം നടക്കുകയാണ്. കൊട്ടാരവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും കണ്ണുകളിലൂടെ ഇപ്പോൾ കണ്ണുനീർ ധാരധാരായി ഒഴുകുകയാണ്. എത്രയോ കാലങ്ങളായി അവര് കാത്തിരിക്കുകയാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടി. അവരുടെ മുത്തശ്ശൻ മരിച്ചതിന് ശേഷം ആ കുടുംബത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും ആ രത്നവുമായി കടപ്പെട്ടിരിക്കുകയാണ്. ആ കുടുംബവുമായി രക്തബന്ധമുള്ള ഒരാള് ആ രത്നം കൈപ്പറ്റിയാൽ മാത്രമേ അവരുടെ സൗഭാഗ്യങ്ങളൊക്കെ തിരിച്ചു വരൂ എന്നുള്ള കാര്യം അവർക്ക് ഏവർക്കും അറിവുള്ളതാണ്. ഇപ്പൊ ഇതാ ആ മുത്തച്ഛന്റെ മകന്റെ മകൾ സാക്ഷാൽ സത് വൃന്ദ ഇതാ അവർക്ക് വേണ്ടി ആ പുഷ്യരാഗം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ പുഷ്യരാഗവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അതിവേഗം കഴിഞ്ഞതും അവൾക്ക് ഒരു കടമ കൂടി ബാക്കിയുണ്ട്. ആ പുഷ്യരാഗം ഇരുന്ന സ്ഥലത്ത് തന്നെ അവള് തിരികെ കൊണ്ടുവയ്ക്കണം. അവള് ആ പുഷ്യരാഗം കയ്യിൽ ഏറ്റുവാങ്ങി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് പോകാൻ പോയതും അവിടേക്ക് അവളുടെ സ്വന്തം മുത്തശ്ശി അവര് ആ പടികൾ കയറി മുകളിലേക്ക് വന്ന് സായിയുടെ കയ്യിലൊന്ന് പിടിച്ചു. അതിനുശേഷം അവിടെ കൂടി നിൽക്കുന്ന പുരുഷാരവത്തോടായി പറഞ്ഞു, ഈ രത്നം അതിന്റെ അവകാശിയെ ശരിക്കും കണ്ടെത്തിയത് ഇന്ന് മാത്രമാണ്. ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ ഈ അവകാശിക്ക് വേണ്ടിയാണ് ശരിക്കും ഈ രത്നം ആ അറയിൽ മടക്കി കൊണ്ടുവച്ചിരുന്നത്. ഇന്നിതാ ആ അവകാശി ആ രത്നം വീണ്ടെടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഈ മഞ്ഞ പുഷ്യരാഗത്തിന് ഈ ഭൂമിയിൽ ഒരേ ഒരു അവകാശിയേ ഉള്ളൂ, അത് എന്റെ ഈ സായിയാണ്, സത്വൃന്ദ. അവൾക്ക് വേണ്ടി എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ടിബറ്റൻ രാജാവ് നൽകിയതാണ് ഈ രത്നം. സായി ഈ രത്നം കൈവശം വെക്കുന്നതോടുകൂടി അവൾ ഔദ്യോഗികമായി ഈ നിമിഷം മുതൽ ഈ രാജവംശത്തിന്റെ ലീഡറായി മാറുകയാണ്. ആ രാജവംശത്തിലെ അവസാന വാക്ക് എന്ന് വിളിക്കപ്പെടുന്ന ആ മുത്തശ്ശിയുടെ ആ വാക്കുകൾ കേട്ടതും നിർത്താത്ത കരഘോഷമാണ് ആ ചുറ്റുപാടൊന്നും ഉണ്ടായത്. ആ ആളുകൾ കണ്ണുനീർ വാർത്തുകൊണ്ട് ആ കൈകളടിക്കുമ്പോൾ സായി നിശബ്ദയായി അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അല്പം മാറി അവളെ തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരാളുടെ കണ്ണുകളുമായി ഒന്നിടഞ്ഞു. അത് മറ്റാരുമല്ല, അവളുടെ സ്വന്തം അമ്മ ഉത്ര രാജകുമാരിയാണ്. അവരെപ്പോഴും അവളോട് പറയുമായിരുന്നു, മകളെ നിന്റെ ദിവസം വരുമെന്ന്. ആ ദിവസമാണ് ഇന്നതാ എത്തിയിരിക്കുന്നത്. ആ നിമിഷത്തിൽ സായി എല്ലാവരോടായി പറഞ്ഞു, ക്ഷമിക്കണം, ഈ രത്നം എനിക്ക് അവകാശപ്പെട്ടതല്ല. എൻ്റെ ജീവിതത്തിന് ഒരു നിയോഗമുണ്ട്. ആ നിയോഗം ഈ രത്നത്തെ വീണ്ടെടുക്കുകയും അതിൻ്റെ യഥാർത്ഥ ഉടമയിലേക്ക് മടക്കി എത്തിക്കുക എന്നതുമാണ്. സായി, നീയാണ് യഥാർത്ഥ ഉടമ. സായി പറഞ്ഞത് കേട്ടതും ആ മുത്തശ്ശി അത് ആവർത്തിച്ചതും സായി മുത്തശ്ശിയോടായി പറഞ്ഞു, അല്ല മുത്തശ്ശി, ഒരു കാലഘട്ടത്തിൽ മാത്രം ഈ രത്നം നമ്മുടെ കയ്യിൽ ഇരുന്നാൽ മതി. സകല ആളുകളും കൈയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സായി ആ രത്നത്തെ ഒരു ബോക്സിലേക്ക് മാറ്റി. ശരിക്കും ആ രത്നം കൊണ്ടുവരാനും പോകാനുമായിട്ട് ഒരു ബോക്സ് അവിടെ സൂക്ഷിച്ചിരുന്നു. ആ പെട്ടിയിലേക്ക് സായി ആ രത്നത്തെ മാറ്റി. പിന്നീട് നമ്മൾ സായിയെ കാണുമ്പോൾ ശരിക്കും സായിക്കൊപ്പം രണ്ടാളുകൾ കൂടിയുണ്ട്. അത് സായിയുടെ ഡീൻ ആ ലാമയും പിന്നെ അതുലുമാണ്. അവർ 3 പേരും ഇപ്പോൾ ഒരു യാത്രയിലാണ്. ആ യാത്രയുടെ എൻഡിൽ അവരെത്തിച്ചേർന്നത് ടിബറ്റിലാണ്. ടിബറ്റിലെ ഒരു ബുദ്ധ ആശ്രമത്തിൽ ആ 3 പേരും എത്തി. ആ രത്നം ടിബറ്റിലെ ബുദ്ധന്റെ കാൽച്ചുവട്ടിൽ അവർ കൊണ്ടുവയ്ക്കുമ്പോൾ സായി തിരിഞ്ഞ് തനിക്കൊപ്പമുള്ള ഡീൻ കൂടിയായ ലാമയോട് പറഞ്ഞു, അങ്ങ് താക്ഷിനാമയാണെന്ന് എനിക്കറിയാം അങ്ങ് ഈ രത്നം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവിടെ ഇത്രയും നാൾ ഉണ്ടായിരുന്നതെന്ന്. ഞാൻ ഈ രത്നം അങ്ങയ്ക്ക് വേണ്ടി ഇവിടെ ഈ ബുദ്ധപാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സായി ആ രത്നം അവിടെ ആ ബുദ്ധന്റെ പാദങ്ങളിൽ വെച്ചു. പാദങ്ങളിൽ സായി ആ രത്നം വെച്ചതും താക്ഷിനാമ എന്ന ആ ലാമ ആ പുഷ്യരാഗത്തിനടുത്തേക്ക് കുനിഞ്ഞു. അദ്ദേഹം 2 കൈകൊണ്ടും ആ പുഷ്യരാഗത്തിൽ തൊട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അതിലും സായിയും മാറി നിന്ന് ആ കാഴ്ച കണ്ടു നിൽക്കുകയാണ്. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞിട്ടും കുനിഞ്ഞു നിൽക്കുന്ന താക്ഷിനാമ അനങ്ങുന്നില്ല എന്ന കാഴ്ച അവർ മാത്രമല്ല, ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒത്തിരി ലാമമാർ ശ്രദ്ധിക്കുന്നുണ്ട്. താക്ഷിനാമ കൈ ആ പുഷ്യരാഗത്തിലേക്ക് വെച്ച് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പെട്ടെന്ന് സായി അദ്ദേഹത്തിന് അടുത്തേക്ക് വന്ന് അദ്ദേഹത്തെ വിളിച്ചു, സ്വാമി. അങ്ങനെ വിളിച്ചിട്ട് സായി താക്ഷിനാമയുടെ പുറത്തും തൊട്ടതും താക്ഷിനാമ പതുക്കെ അവിടെ അങ്ങ് ചരിഞ്ഞ് വീണു. അദ്ദേഹം ചരിഞ്ഞ് അവിടെ അങ്ങനെ വീഴുമ്പോൾ ആ കാഴ്ച കണ്ട മറ്റ് ലാമകർ ഓടി അടുത്തേക്ക് വന്നു. ലാമ വീണിരിക്കുന്നത് കൃത്യമായും ബുദ്ധന്റെ പാദത്തിലേക്കാണ്. ബുദ്ധന്റെ പാദത്തിൽ ഇതാ താൻ തൻ്റെ ജീവൻ സമർപ്പിച്ചിരിക്കുന്നുവെന്ന് പറയാതെ പറയുകയാണ് ആ നിമിഷത്തിൽ ആ ലാമ.
ശരിക്കും ആ കാഴ്ച സായിയെ വല്ലാതങ്ങ് ഉലച്ചു. അവൾക്ക് ഒരു നിയോഗമുണ്ടെന്ന് അവളോട് പറഞ്ഞത് ഈ താക്ഷിനാമയാണ്. ആ താക്ഷിനാമ ഇതാ ബുദ്ധന്റെ ആ പാദത്തിൽ സ്വയം തന്റെ ജീവൻ സമർപ്പിച്ചിരിക്കുകയാണ്. സ്തംഭിച്ചു നിൽക്കുന്ന സായിയുടെ പുറത്ത് പെട്ടെന്ന് വളരെ തണുത്ത ഒരു കൈ സ്പർശിച്ചതുപോലെ സായിക്ക് തോന്നി. സായി തിരിയുമ്പോൾ വല്ലാത്തൊരു ശാന്തതയുള്ള ഒരു മുഖഭാവത്തോടെ ആ ബുദ്ധവിഹാരത്തിന്റെ തലത്തൊട്ടൊപ്പം വിളിക്കുന്ന ആ ലാമ അവിടെ നിൽക്കുകയാണ്. ആ ലാമ സായിയുടെ തോളിൽ പിടിച്ചിട്ട് സായിയുമായി പതുക്കെ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ സായിയോടായി ലാമ പറഞ്ഞു, താക്ഷിനാമയുടെ ജീവിത നിയോഗം നിന്നെയും ആ പുഷ്യരാഗത്തെയും ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹം പൂർത്തീകരിച്ചിരിക്കുന്നു. അങ്ങനെ ആ വ്യക്തി പറഞ്ഞതും ശരിക്കും അമ്പരപ്പോടെ സായി അദ്ദേഹത്തെ നോക്കി. സായിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, സത്വന്ത, ശരിക്കും നിന്റെ നിയോഗം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. നിനക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ആ ലാമ അത് പറയുമ്പോൾ ഒരു പ്രകാശം തന്നിലേക്ക് കയറി വരുമ്പോൾ ഒരു ഫീല് സത്വന്തയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്. സത്വന്ത എന്ത് പറയണമെന്നറിയാതെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ മുഖത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സത്വന്ത കാണുന്നത് സാക്ഷാൽ ശ്രീബുദ്ധനെ തന്നെയാണോ എന്ന് സത്വന്തയ്ക്ക് തന്നെ ഒരു സംശയം മനസ്സിലേക്ക് ഉണ്ടാവുകയാണ്. അവളുടെ കണ്ണിൽ ഒരു നിമിഷം അവൾ ബുദ്ധനെ കണ്ടു എന്നൊരു സംശയം. ഈ കാഴ്ച അല്പം മാറി നിന്ന് അതുല് കാണുന്നുണ്ട്. അതുലിന്റെ കണ്ണുകളിൽ അവനും ആ കാഴ്ച കണ്ടോ എന്നൊരു സംശയം. ബുദ്ധനും ബുദ്ധന്റെ പ്രിയപ്പെട്ട ശിഷ്യനും മുഖാമുഖം നിൽക്കും പോലെ ഒരു തോന്നൽ. അങ്ങനെയാണ് പെട്ടെന്ന് അതുലിന് തോന്നിയത്. അതിൽ കണ്ണുകൾ ഒന്ന് തിരുമ്മി ഒന്നുകൂടി ആ കാഴ്ചയിലേക്ക് നോക്കി. പക്ഷെ അല്ല, ഇപ്പൊ അവൻ കാണുന്നത് ആ ബുദ്ധവിഹാരത്തിന്റെ ലാമിയും പിന്നെ അവന്റെ ബന്ധു കൂടിയായ ടീച്ചർ സായിയുമാണ്. അവൻ ആ കാഴ്ചയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ വിഷ്വൽ അവിടെ അവസാനിക്കുകയാണ്. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് കഥാവേദിയിൽ നിന്ന് BS ചന്ദ്രമോഹൻ. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും നിങ്ങൾ പങ്കുവയ്ക്കണം. ഒരുപാട് ചരിത്ര സംഭവങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ കഥ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും ഇതിനകത്ത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ കമന്റുകൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു.